श्रीगुरुभ्यो नमः। हरिः ओम्। ॐ शन्नो मित्रः शं वरुणः शन्नो भवत्तुर्यमा शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वमेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्भक्तारमवतु अवतु माम् अवतु भक्तारम्। ॐ शान्तिः शान्तिः शान्तिः। शन्नो मित्रः शं वरुणः शन्नो भवत्तुर्यमा शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुक्रमः। नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्मावादिशम् ऋतमवादिशम् सत्यमवादिशम् तन्मावीद तद्भक्तारमावीद आवीत् माम् आवीत् भक्तारम्। ॐ शान्तिः शान्तिः शान्तिः। सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै यस्मिनावतीतमस्तु मा विद्विषावहै। ॐ शान्तिः शान्तिः शान्तिः। तत्संयो वृणीमहे गातुं यज्ञाय गातुं यज्ञपतये देवी स्वस्तिरस्तु नः स्वस्तिर्मानुषेभ्यः ऊर्ध्वं जिगातु भेषजम् शन्नो अस्तु द्विपदे शं चतुष्पदे। ॐ शान्तिः शान्तिः शान्तिः। ओके തുടങ്ങാല്ലേ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇതില് अथ प्रथमोऽध्यायः एटामते श्लोकम् अस्माकं तु विशिष्टाये तान्निबोधति चोत्तमा नायका मम सैन्यस्य संज्ञार्थं तान् ब्रवीमि ते भवान् भीष्मश्च कर्णश्च कृपश्च समितिञ्जयः अश्वत्थामा विकर्णश्च सौमदत्तिर्जयद्रथः अन्ये च बहवः शूराः मदर्ते त्यक्तजीविताः नानाशस्त्रप्रहरणाः सर्वे युद्धविशारदाः अपर्याप्तं तदस्माकं बलं भीष्माभिरक्षितं पर्याप्तं तिदमेतेषां बलं भीमाभिरक्षितम् अयनेषु च सर्वेषु यथा भागमवस्थिताः भीक्ष्ममेवाभिरक्षन्तु भवन्तः सर्व एव हि तस्य सञ्जनयन् हर्षं कुरु वृद्धः पितामहः
സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ തതഃ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖാഃ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത് തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവഃ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദദ്മതുഃ പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദരഃ അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിശ്ചാപരാജിതഃ ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാൻ ദദ്മുഃ പൃഥക് പൃഥക് സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ. നമ്മൾ കണ്ട സന്ദർഭം എന്ന് പറയുന്നത് ദുര്യോധന മഹാരാജാവ് സർവസൈന്യാധിപനായിട്ടുള്ള ഭീഷ്മരും അതോടൊപ്പം തന്നെ ദ്രോണര് തുടങ്ങിയിട്ടുള്ളവരുടെ സമീപത്തിലേക്ക് എത്തുന്നു. എത്തിയ ശേഷം ദ്രോണാചാര്യരുമായിട്ട് പറയുകയാണ്, അല്ലയോ ദ്വിജോത്തമ ദ്രോണാചാര്യ, അങ്ങ് ശ്രവിച്ചാലും എതിർപക്ഷത്തും നമ്മുടെ പക്ഷത്തുമുള്ള ആൾക്കാരുടെ വിവരങ്ങൾ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭീമാർജുനന്മാർക്ക് സമമായിട്ടുള്ള യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ പേരുകൾ പറഞ്ഞു. പറഞ്ഞ ശേഷം പറയുകയാണ്, അസ്മാകം തു വിശിഷ്ട യേ താൻ നിബോധ ദ്വിജോത്തമ, അല്ലയോ ദ്വിജന്മാരിൽ ഉത്തമനായിട്ടുള്ളവനെ ദ്രോണാചാര്യൻ, അസ്മാകം വിശിഷ്ടാഹ യേ, നമ്മുടെ ആൾക്കാരായിട്ട് വിശിഷ്ടന്മാരായിട്ടുള്ളവർ യേ, യാതൊരു ആൾക്കാരാണോ താൻ നിബോധ, അവരെ അങ്ങ് അറിഞ്ഞാലും, നായകാഹ മമ സൈന്യസ്യ നായകാഹ, എന്റെ സൈന്യത്തിലെ നായകന്മാരുടെ സംജ്ഞാർത്ഥം, അവരുടെ പേരിന് വേണ്ടിയിട്ട് താൻ ബ്രവീമിതേ, ഞാൻ അങ്ങയോട് അവരെ കുറിച്ച് പറയാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച, ഒന്നാമതായിട്ട് ഇപ്പൊ നമ്മൾ കുറച്ചുപേരെ ആൾക്കാരോട് സംഭാഷണം നടത്തുമ്പോൾ ആദ്യം അഭിസംബോധന ചെയ്യേണ്ടത് ആരോടാണോ നമ്മൾ വർത്താനം പറഞ്ഞിരിക്കുന്നത് അവർക്ക് തന്നെ മുഖ്യസ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച, അങ്ങും, ഭവാൻ അങ്ങ് ദ്രോണാചാര്യര്, ഭീഷ്മശ്ച ഭീഷ്മരും, കർണശ്ച കർണനും, കൃപശ്ച സമിതിഞ്ജയ യുദ്ധത്തിൽ ജയിക്കുന്നവനായ കൃപശ്ച കൃപരും, അശ്വത്ഥാമാവും, വികർണശ്ച വികർണനും, സൗമദത്തി സോമദത്തന്റെ പുത്രൻ സൗമദത്തിയും, പിന്നെ ജയദ്രഥനും. ചില പാഠഭേദത്തിൽ തഥൈവ ചാന്നുണ്ട്, കുഴപ്പമില്ല. അതിനുശേഷം പറയുകയാണ്, അന്യേച്ച ബഹവശൂരാഹ, കൂടാതെ അന്യേച്ച വളരെയധികം ശൂരാഹ, ശൂരന്മാരായിട്ടുള്ള ആൾക്കാർ, ശൂരന്മാർ, മദർത്തേ എനിക്ക് വേണ്ടിയിട്ട്, തെക്ത ജീവിതാഹ ജീവിതം ത്യജിച്ചവരാകുന്നു, നാനാശസ്ത്രപ്രഹരണാഹ നാനാവിധത്തിലുള്ള ശസ്ത്രപ്രഹരണാഹ ശസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളവരാകുന്നു. അപ്പൊ ശസ്ത്രപ്രഹരണം എന്നുള്ള ആ പ്രയോഗം നമുക്ക് കാണാം. അവിടെ ഈ ധരിച്ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് പ്രയോഗിക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്, അല്ലാതെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. ഇവിടെ പ്രഹരണാഹ, സർവപ്രഹരണായുധ ഓം നമ ഇതി തുടങ്ങിയിട്ടുള്ള പ്രയോഗം ഉണ്ടല്ലോ, അവിടെ സർവായുധങ്ങളെയും ധരിച്ചുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു എന്നർത്ഥം. നാനാശസ്ത്ര പ്രഹരണാഹ പലവിധത്തിലുള്ള അസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ള അവർ, സർവേ യുദ്ധവിശാരദാഹ എല്ലാവരും യുദ്ധത്തിൽ വിശാരദന്മാര് ശ്രേഷ്ഠന്മാര് ആകുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് നോക്കിക്കഴിയുമ്പോൾ ഇവിടെ ദുര്യോധനൻ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുകയാണ് പാണ്ഡവപക്ഷത്തുള്ള പ്രമുഖന്മാരെയും ദുര്യോധന പക്ഷത്തുള്ള പ്രമുഖന്മാരെയും. ഇതിൽ നമ്മൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്നായിട്ട് എണ്ണി നോക്കിക്കഴിയുമ്പോൾ യുദ്ധക്കളത്തിൽ
ഭീമാർജുനന്മാർക്ക് സമമായിട്ട്. അപ്പോൾ ഭീമാർജുനന്മാർക്ക് സമമായിട്ടെന്ന് പറഞ്ഞാൽ വീര്യത്തിലും ശക്തിയിലും ഒട്ടും കുറയാത്തവരായിട്ടുള്ള പാണ്ഡവപക്ഷത്തുള്ള 19 പേരുകൾ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ 19 മഹാരഥന്മാരെ പറഞ്ഞു, പിന്നെയും മഹാരഥന്മാർ പിന്നെയും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കൂട്ടുമ്പോഴാണ് ഈ വിരാടൻ, ദ്രുപദൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരുടെയും പേരുകൾ അതിനകത്ത് വന്നു. പാഞ്ചാലി പുത്രന്മാരായിട്ടുള്ളവരെയും കണ്ടു. പിന്നെ അർജുനപുത്രനായിട്ടുള്ള സുഭദ്രയിലുണ്ടായ അഭിമന്യു തുടങ്ങിയിട്ടുള്ളവരെ കുറിച്ച് പറഞ്ഞു. മറ്റുള്ള ആൾക്കാരുമുണ്ട്. അപ്പൊ ഇങ്ങനെ അവിടെ 19 പേരോടും അധികം പറഞ്ഞ സ്ഥാനത്ത് സ്വപക്ഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ പ്രമുഖന്മാരുടെ പേരുകൾ ഹേ ദ്വിജോത്തമ ഞാൻ അങ്ങയോട് പറയാം എന്ന് പറയുന്ന സന്ദർഭത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് 8 പേരുകളേ ഉള്ളൂ. ഭവാൻ, ഭീഷ്മശ്ച കർണശ്ച ഒന്നാമത് അങ്ങ്, പിന്നെ ഭീഷ്മരും കർണനും 3 പേരും വൃദ്ധരാണ്. ഭവാൻ ഭീഷ്മശ്ച കർണനകത്ത് പെടത്തില്ല. ഭീഷ്മരും ദ്രോണരും വൃദ്ധരാണ്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ, കൃപരും വൃദ്ധരാണ്. അപ്പോൾ സമിതിഞ്ജയ, യുദ്ധത്തിൽ സദാ ജയിക്കുന്നവരായിട്ടുള്ള കൃപരും ദ്രോണാചാര്യരും ഭീഷ്മരുമാകുന്ന 3 വൃദ്ധന്മാർ. പിന്നെയുള്ളത് ഒരു 5 യുവാക്കളുടെ പേരും കൂടെ എടുത്ത് പറയുകയാണ്. കർണശ്ച, ഒന്നാമത് അതിലെടുത്ത് പറയാൻ സാധിക്കുന്നത് കർണനാണ്. പിന്നെ അശ്വത്ഥാമ, പിന്നുള്ളതെന്ന് പറയുന്നത് അശ്വത്ഥാമാവാണ്. ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥാമാവ്, അങ്ങയുടെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമ, വികർണൻ, അതേമാതിരി സോമദത്തന്റെ പുത്രനായിട്ടുള്ള സൗമദത്തി. ഈ സൗമദത്തി എന്ന് പറയുന്നത് ഈ ഇവരുടെ, അതായത് കൃഷ്ണന്റെ രാജധാനിയിൽ തന്നെ എത്തിയിട്ടുള്ള ഒരാളാണ് സൗമദത്തി. പിന്നെ ജയദ്രഥൻ, പെങ്ങളുടെ ഭർത്താവായിട്ടുള്ള ജയദ്രഥൻ. അപ്പൊ ഇത്രയും പേരെ എടുത്ത് പറയാനുള്ളൂ, അല്ല ഇനിയുമുണ്ട്. പക്ഷേ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് അവിടെ ഈ സൈന്യത്തിന്റെ പ്രമുഖരായിട്ട് ഇത്രയും പേരെ ദുര്യോധന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളൂ എന്നർത്ഥം. പിന്നെ അതിനുശേഷം പിന്നെ പറയുകയാണ്, അല്ല അങ്ങനെയല്ല, അന്യേച ബഹവ ശൂരാഹ, ധാരാളം ബഹവഹ അന്യേ ശൂരാഹ, വളരെയധികം ശൂരന്മാർ, മദർത്തേ തെക്ത ജീവിതാഹ, എനിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ചവർ. അപ്പൊ ഇനി നമുക്ക് കാണാം, അതായത് ഈ യുദ്ധക്കളത്തിലേക്ക് വന്നിരിക്കുന്ന ദുര്യോധനൻ പറയുന്ന വാക്കുകൾ, ആ പറയുന്ന വാക്കുകളിൽ നമുക്ക് 2 അർത്ഥങ്ങൾ കാണാൻ സാധിക്കും ഇതിനകത്തൊക്കെ. അതിൽ ഒന്ന് ബലഹീനതയുടെ അർത്ഥവും മറ്റേത് ബലത്തിന്റെ അർത്ഥവുമാണ്. പറയേണ്ട ആവശ്യമില്ലാത്ത സന്ദർഭത്തിൽ ആവശ്യമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തുന്നത് ഒരു ബലഹീനതയായിട്ട് മാറും. ഉദാഹരണത്തിന് ദ്വിജോത്തമ എന്നുള്ള ദ്രോണാചാര്യരോടുള്ള പ്രയോഗം, ദ്വിജോത്തമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം പഠനം, പാഠനം, യജനം, യാചനം, ഇതാണ് സ്വധർമ്മം. യജനം, യാചനം, സ്വധർമ്മം, ഇതാണ്. അപ്പൊ ആ സ്വധർമ്മത്തിൽ നിൽക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ദ്വിജോത്തമ എന്ന് വിളിക്കേണ്ടത്. ഇവിടെയാവട്ടെ സ്വധർമ്മം, ബ്രാഹ്മണന്റെ സ്വധർമ്മമായിട്ടുള്ള യജനം, യാചനം, പഠനം, പാഠനം എന്നിവയിൽ നിൽക്കുന്ന ദ്രോണാചാര്യരല്ല. പകരം യുദ്ധ സജ്ജനായിട്ട്, സർവ്വവിധ സജ്ഞാഹങ്ങളോടും കൂടിയവനായിട്ട് ക്ഷാത്രവീര്യത്തെ, ക്ഷാത്ര തേജസ്സിനെ ജ്വലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ദ്രോണാചാര്യരാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ദ്രോണാചാര്യ യഥാർത്ഥത്തിൽ ക്ഷത്രിയനല്ലാതിരിക്കെ യുദ്ധത്തിൽ വീര്യത്തെയാണ് ഉജ്ജ്വലിപ്പിക്കേണ്ടത്. അതിനു പകരം ബ്രാഹ്മണ്യത്തെ ജ്വലിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമായി പോയി അവിടെ ദുര്യോധൻ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാതിരിയുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാം അവിടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്കറിയാം യുദ്ധത്തിന്റെ അവസാനം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദുര്യോധന സൈന്യം പരാജയപ്പെട്ടു പോയി. അതല്ലാതെ മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല. എങ്കിലും നമുക്ക് കാണാം ഈ മാതിരിയുള്ള പ്രയോഗങ്ങള്. അതേമാതിരി തന്നെ നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിൽ കാണാം, അർജുനന്റെ സൈന്യത്തെ കുറിച്ച് പറയുമ്പോൾ പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം എന്നാണ് ഒരു പ്രയോഗം നടത്തിയത്. അപ്പൊ നമുക്ക് ഈ ആചാര്യ മഹതീം ചമും, ആചാര്യ അങ്ങ് കണ്ടാലും
മഹതീം ചമു, മഹത്തായിട്ടുള്ള ഈ ചമു സൈന്യത്തെ അങ്ങ് കണ്ടാലും. അപ്പം ചമു എന്നുള്ള പ്രയോഗം അവിടെ ഇതിനൊരു കണക്കുണ്ട്. ഈ കണക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മഹാഭാരതത്തിൽ 18 അക്ഷൗണികൾ പങ്കെടുത്തുവെന്നും 11 കൗരവപക്ഷത്തുണ്ടായിരുന്നു എന്നും 7 അക്ഷൗണിയാണ് പാണ്ഡവപക്ഷത്തുണ്ടായിരുന്നതെന്നും അറിയാം. അപ്പൊ ഇതിനകത്ത് ഈ 18 അക്ഷൗണികളും കൂടെ ഒന്നിച്ച് മഹാഭാരത യുദ്ധത്തിൽ ഒരേ സമയത്ത് ആദ്യ ദിവസം തന്നെ ഇറങ്ങി എന്നുള്ള അർത്ഥമല്ല. ഓരോരോ ഈ റിസർവ്ഡ് ആയിട്ടുള്ള സോൾജേഴ്സിന് ഉണ്ട്. പിന്നെ ഓരോ സന്ദർഭത്തിലും അതാതിന്റെ സന്ദർഭം നോക്കിയിട്ട് ആൾക്കാരെ ഇറക്കുന്ന തരത്തിലുള്ള വ്യൂഹം ചമച്ചുകൊണ്ട് ഇത്ര രീതിയിലായിരിക്കും ഇത് ഇറങ്ങുക. അല്ലാതെ മുഴുവൻ ആൾക്കാരും കൂടെ ഒന്നിച്ച് ഇറങ്ങത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇറങ്ങിയിരിക്കുന്നത് മഹതീം ചമുവും എന്നുള്ള ഈ മഹത്തായ ചമുവിനെ കണ്ടാലും എന്നുള്ള പ്രയോഗം. അപ്പൊ എന്താണ് ഈ ചമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ആ കണക്കിതാണ്, ഒരു പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എണ്ണം ഉള്ളതാണ് ഒരു പത്തി. ആ 10 എന്ന് പറയുന്നത് ഒരു തേര്, ഒരു ഗജം, 3 കുതിര, 5 ആള്, ഇത്രയും 10 എണ്ണം ചേർന്ന് കഴിഞ്ഞാൽ ഒരു പത്തിയായി. ഈ പത്തി 3 കൊണ്ട് ഗുണിച്ച് 3 പത്തി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സേനാമുഖം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ബാറ്ററി, ഒരു യൂണിറ്റ് എന്ന് പറയാം. ബാറ്ററി എന്നോ ഒക്കെ വേണമെങ്കിൽ പറയാൻ തോന്നും. ഒരു യൂണിറ്റ് ആയി. ഇനി 3 സേനാമുഖം, അപ്പൊ അതിന് ഇൻറ്റു 3 ആയി. 3 സേനാമുഖം ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗുൽമം. ഇനി 3 ഗുൽമം ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഗണം. ആ ഒരു ഗണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് മൊത്തത്തിലുള്ള അവിടുത്തെ അംഗബലം എന്ന് പറയുന്നത് 270 ആകും. ആ 270 എന്ന് പറയുന്നത് അവിടെ ഈ കണക്ക് മുമ്പ് പറഞ്ഞ പത്തിയുടെ കണക്കനുസരിച്ച് 1:1:3:5 എന്നുള്ള രീതിയിൽ ആണ് അതിന്റെ കണക്ക്. ഒരു തേര്, ഒരു ഗജം, 3 കുതിര, 5 ആള്. ഇനിയിപ്പോ അതിനുശേഷം ഇതിന്റെ 3 ഇരട്ടി, ഇതിനെ 3 കൊണ്ട് ഗുണിച്ചാൽ അവിടെയാണ് വാഹിനി എന്ന് പറയുന്നത്. 710 ആയിരിക്കും ഇതിന്റെ കണക്ക്. അത് കഴിഞ്ഞാൽ അതിന്റെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ പൃതന എന്ന് പറയുന്നത്, പൃതനയാണോ പൂതനയാണോ, പൃതന എന്ന് പറയുന്നത് വരും. 2130 അതിന്റെ കണക്ക്. അതിനോട് വീണ്ടും 3 ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു ചമു എന്നുള്ളതെത്തി. ആ ചമു ആണ് 6190 അവിടുത്തെ ആകെയുള്ള അംഗബലം. അപ്പൊ 6190 എന്ന് പറയുമ്പോൾ അതിന്റെ കണക്ക് ഇതാണ്, 1:1:3:5 എന്നുള്ള കണക്ക്. ഇനിയും ഈ അതിനോട് 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു അനീകനി എന്ന് പറയുന്നിട്ടുള്ള ഒരു വ്യൂഹം എത്തും. അതിനോട് വീണ്ടും 10 ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും എത്തിക്കഴിയുമ്പോഴത്തേക്കും 15570 എത്തും അനീകനിയിൽ. ഈ 15570 കൂടിയിട്ട് 10 ഗുണിച്ചു കഴിഞ്ഞാൽ ഒരക്ഷൗണിയായി. അപ്പൊ ഒരക്ഷൗണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,55,700 പേര് ആൾക്കാർ മാത്രമല്ല എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ സംഖ്യയാണ് ഒരക്ഷൗണി. 1,55,700. ഇതിനെ 18 കൊണ്ട് അങ്ങ് ഗുണിച്ചു കഴിഞ്ഞാൽ ആകെ എത്ര പേരും എത്ര ആനകളും എത്ര കുതിരകളും എത്ര തേരുകളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം തേരിനകത്താവുമ്പം തേരിന്റെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് തേരാളിയും കൂടെ ഉണ്ട് കേട്ടോ. തേരും അതിന്റെ രഥസ്വാമിയും തേരാളിയും കൂടെ ചേർന്നിട്ട് കുതിരകളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു തേരെന്നുള്ള പ്രയോഗം. അതേമാതിരി ആനപ്പുറത്തിരിക്കുന്നവരോ, ആനപ്പുറത്ത് 2 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ അല്ല ആന എന്നുള്ളത് 1 എന്നുള്ള രീതിയിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പേരെല്ലാരും കൂടെ ചേർന്ന് 1,55,700 ഇൻറ്റു 18 ഇത്രയും പേരിൽ ഉണ്ടായിരുന്നതിൽ അവസാനം നമുക്ക് കാണാം യുദ്ധത്തിന്റെ അവസാനം എത്ര പേര് രക്ഷപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര പേര് സർവൈവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെ കുറച്ച് പേരെ കാണാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ മഹതീം ചമു എന്നുള്ള പ്രയോഗത്തിലെ ചമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം അസ്മാകം തു വിശിഷ്ടായേ താനിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ. അപ്പൊ മഹതീം ചമും എന്ന് പാണ്ഡവപക്ഷത്തുള്ള സൈന്യത്തെ മഹത്തായ ചമു എന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇവിടെ ആ മഹത്ത് എന്നുള്ള പ്രയോഗം നമുക്ക് ഇവിടെ ദുര്യോധനന്റെ ശബ്ദത്തിൽ കാണുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നായകാ മമ സൈന്യസ്യ, എന്റെ സൈന്യത്തില്. അവിടെ മഹത്തായ എന്റെ സൈന്യത്തില് എന്നുള്ള പ്രയോഗമില്ല. എന്താണെന്നറിയില്ല. നായകാ മമ സൈന്യം സാധാരണ സൈന്യം എന്ന പോലെ പറഞ്ഞു. സൈന്യസ്യ സജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. ഇനിയും ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവച, അല്ലെങ്കിൽ ജയദ്രഥ.
അന്യേച്ച ബഹവശൂരാഹ മദർത്തേ തെക്ത ജീവിതാഹ. അപ്പോൾ അടുത്ത പ്രയോഗമാണ് മദർത്തേ തെക്ത ജീവിതാഹ എന്ന് പറയുന്നത്. അതാണ് ചില സമയത്ത് ഈ നാക്ക് പിഴയ്ക്കുക എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ജീവിതം ത്യജിച്ചവർ, കാരണം ഇവരെല്ലാം കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് അറിയാത്ത തരത്തില് ദുര്യോധന്റെ വായിൽ നിന്ന് വന്നുപോയി. നാനാശസ്ത്രപ്രഹരണാഹ സർവേ യുദ്ധവിശാരദാഹ. അപ്പൊ ഇതിന്റെ മറ്റേ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറെടുത്തിരിക്കുന്നവർ രീതിയിൽ അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ളവർ. അതാണ് ഈ രണ്ടർത്ഥം ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ആത്മാർത്ഥതയുള്ളവരും ആണ്. അതിന്റെ മറ്റേ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അവരെനിക്ക് വേണ്ടിയിട്ട് പ്രാണൻ ത്യജിച്ചവരാണ്. അത്രയ്ക്ക് അവര് പ്രാണനില്ലാ നഷ്ടപ്പെട്ടവരായിട്ട് മാറി. അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അടുത്തതായിട്ട് പറയുന്നത് അപര്യാപ്തം. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഇല്ല, ഇനി ഈ പറയുന്ന ശ്ലോകങ്ങളിലൊക്കെ ചിലതിനൊക്കെ ഈ രണ്ടർത്ഥ പ്രയോഗങ്ങൾ കാണാം. അപര്യാപ്തം അസ്മാകം ബലം. അസ്മാകം ബലം, നമ്മുടെ ബലം. ബലം എന്ന് പറഞ്ഞ സൈന്യം. അസ്മാകം ബലം തത് അസ്മാകം ബലം, ഈ നമ്മുടെ സൈന്യം അപര്യാപ്തം, അപര്യാപ്തമാണ്. ഏതാണ് സൈന്യം? ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മേന അഭിരക്ഷിതം. ഭീഷ്മേന അഭിരക്ഷിതം, ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള, ഭീഷ്മ പിതാമഹനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഈ നമ്മുടെ സൈന്യം അപര്യാപ്തം, പരിമിതമല്ലാത്തതാകുന്നു, അപരിമിതമാകുന്നു. അപര്യാപ്തത്തിന് ഇവിടെ ആദ്യത്തെ അർത്ഥം അപരിമിതം. പര്യാപ്തം തു ഇതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീമ അഭിരക്ഷിതം, ഭീമേന അഭിരക്ഷിതം, ഭീമനാൽ രക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള ഏതേഷാം ബലം, ഇവരുടെ ബലം, ഇവരുടെ സൈന്യം പര്യാപ്തം തു, പര്യാപ്തമാണ്, പരിമിതമാണ്. അതായത് നമ്മുടെ സൈന്യവും അവരുടെ സൈന്യവും വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാല് അവരുടെ സൈന്യത്തെ അപേക്ഷിച്ച് നമ്മുടെ സൈന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ വളരെ വലുതായിട്ടുള്ള സൈന്യം ശക്തിയിലും ഒട്ടും മോശമില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരു പക്ഷത്തും ഭഗവാന്റെ സ്വന്തം സൈന്യമായ നാരായണ സൈന്യം ദുര്യോധന പക്ഷത്താണ് നിൽക്കുന്നത്. ഇത് നമുക്ക് കഥയറിയാവുന്നല്ലോ. അതായത് മഹാഭാരത യുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് അർജുനനും ദുര്യോധനനും ഭഗവാന്റെ അടുത്ത് പോയിട്ട് സഹായം അഭ്യർത്ഥിക്കുവാൻ ചെന്നു. അപ്പം സഹായം അഭ്യർത്ഥിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ മുൻകൂട്ടി അറിഞ്ഞിട്ട് കിടന്നു, ഒരു മഞ്ചത്തിൽ ശയിക്കുന്ന ഭാവത്തിൽ കിടന്നു. അർജുനൻ നേരെ പോയി ഭഗവാന്റെ കാൽക്കലിൽ നിന്നു, ദുര്യോധനൻ നേരെ പോയിട്ട് ഭഗവാന്റെ തലയ്ക്കലും പോയി നിന്നു. അപ്പം കണ്ണു തുറന്ന് ഭഗവാൻ ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടത് അർജുനനെയാണ്. അർജുന എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ അർജുനൻ പറഞ്ഞു, ജ്യേഷ്ഠൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ശത്രു വന്നിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, ജ്യേഷ്ഠൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ദുര്യോധനാണ്. അല്ല ദുര്യോധന എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ്. അപ്പം അർജുന എന്താ വന്ന? അർജുനൻ പറഞ്ഞു സഹായം അഭ്യർത്ഥിച്ചു വന്ന. ഭഗവാൻ പറഞ്ഞു, ഇതൊരു പ്രശ്നമായിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു, പക്ഷെ ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ്. അപ്പൊ അർജുനൻ തന്നെ പറഞ്ഞു എനിക്ക് മുമ്പേ ജ്യേഷ്ഠൻ ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ആദ്യം വന്നത് ദുര്യോധനാണെന്ന് ദുര്യോധനൻ തന്നെ പറഞ്ഞു, ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് അങ്ങ് എന്നെ സഹായിക്കണം. ഭഗവാൻ പറഞ്ഞു ഞാൻ ആദ്യം കണ്ടത് അർജുനെയാണ്, അതുകൊണ്ട് എനിക്കിവിടെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. ആ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു പക്ഷത്ത് നിൽക്കാം, എന്റെ സൈന്യം മറുപക്ഷത്തിൽ. ഈ തീരുമാനം ആദ്യം വന്നത് അങ്ങാണെങ്കിലും ദുര്യോധനാണെന്നുണ്ടെങ്കിലും ആദ്യം ഞാൻ കണ്ടത് അർജുനനെ ആകയാൽ അർജുനന് ഇത് തീരുമാനിക്കാം. അപ്പം ദുര്യോധനന്റെ മനസ്സിൽ ആദ്യം കയറി. ദുര്യോധനൻ വിചാരിച്ചു എന്നിട്ട് ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, അതായത് ഈ യുദ്ധത്തില് ഞാൻ ആയുധം ധരിക്കുകയില്ല. അതായത് യുദ്ധം ചെയ്യാത്ത ഞാൻ ഒരു പക്ഷത്തും, യുദ്ധം ചെയ്യുന്ന സർവ്വസ്വാതന്ത്ര്യത്തോടും കൂടി യുദ്ധം ചെയ്യുന്ന എന്റേതായിട്ട് നിൽക്കാത്ത ആരുടെ പക്ഷത്തേക്കാണോ പോകുന്നത് അവർക്ക് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറെടുക്കുന്ന വിധത്തില് യുദ്ധം ചെയ്യുന്ന നാരായണ സൈന്യം. അത് ഭഗവാന്റെ ആ സൈന്യത്തെ പറയുന്ന പേര് തന്നെ നാരായണ സൈന്യം. ആ നാരായണ സൈന്യം തന്നേക്കാം. ആ നാരായണ സൈന്യം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനന് വേണ്ടത് നിരായുധനായിട്ട് യുദ്ധം ചെയ്യാത്ത കൃഷ്ണനെയാണോ? സർവ്വസൈന്യത്തിൽ അത് പേരുകേട്ട പ്രശസ്തിയില് ഗംഭീരമായിട്ട് സർവത്ര ഒഴുകുന്ന പേരോട് കൂടിയിട്ടുള്ള നാരായണ സൈന്യത്തെയാണോ? ദുര്യോധന ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഭഗവാനെ 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 അർജുനൻ നാരായണ സൈന്യം വേണ്ട എന്ന് പറയണേ. കാരണം ഇത് ഓപ്ഷൻ കിട്ടിയത് അർജുനാണല്ലോ, ചൂസ് ചെയ്യാനുള്ള അധികാരം കിട്ടിയത് അർജുനാണ്.
പക്ഷെ അർജുനന് രണ്ടു വട്ടം അർജുനന് ആലോചിക്കേണ്ടി വന്നില്ല. ഒരു പക്ഷത്ത് ഭഗവാനും ഒരു പക്ഷത്ത് നാരായണ സൈന്യവുമാണെന്നുണ്ടെങ്കിൽ അർജുനന് വേണ്ടത് എപ്പോഴും അർജുനന് ഉത്തമ ബോധ്യമുണ്ട്. അർജുനൻ പറഞ്ഞു, ഭഗവാനെ അങ്ങേ മാത്രം മതി എനിക്ക്, അങ്ങയുടെ നാരായണ സൈന്യം അങ്ങ് ഉപേക്ഷിച്ച നാരായണ സൈന്യം എനിക്കെന്തിനാണെന്ന് ഭഗവാന് പറഞ്ഞല്ലോ. ഇത് ഞാനും എന്റെ നാരായണ സൈന്യവും ഇനി രണ്ടാണ്, ഞങ്ങൾ ഒന്നല്ല എന്ന്. അപ്പൊ അതോടുകൂടിയിട്ട് അർജുനന് ഭഗവാനെ സ്വീകരിച്ചു. ദുര്യോധനന് സന്തോഷമായി. ഭഗവാനെ സ്വീകരിച്ചതിലൂടെ അർജുനനും സന്തോഷമായി. അപ്പോൾ ഒരേ വിധത്തിൽ എങ്ങനെയാണ് ഇരുപക്ഷത്തുള്ളവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതും ഭഗവാൻ ഇവിടെ കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടു പഠിക്കണം, എങ്ങനെ ഇരുപക്ഷത്തുമുള്ളവരെയും സന്തോഷിപ്പിക്കാം. അർജുനനും വിരോധമില്ല, ദുര്യോധനനും വിരോധമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ധർമാധർമ്മ സംഘടനം നടന്നു എന്ന്. സത്യത്തില് ധർമ്മയുദ്ധം എന്നാണ് പറയുന്നത്, അല്ലെ ധർമാധർമ്മ യുദ്ധം എന്നല്ല പറയുന്നത്. ഇത് ധർമ്മയുദ്ധം എന്നാണ് പറയുന്നത്. അപ്പൊ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അർജുനപക്ഷത്തുള്ളവർ മുഴുവനും ധർമ്മിഷ്ഠരും ദുര്യോധന പക്ഷത്തുള്ളവർ മുഴുവനും അധർമ്മിഷ്ഠരും എന്നുള്ള ഒരു വേർതിരിവ് ഇവിടെ ഇല്ല. കാരണം ദുര്യോധന ദുര്യോധനൻ ധർമ്മപുത്രരോട് അർജുനനോട് ഭീമനോട് തുടങ്ങിയിട്ടുള്ളവരോട് അധർമ്മം ചെയ്തു. ഓക്കെ. പാഞ്ചാലിയോട് അധർമ്മം ചെയ്തു. ഓക്കെ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദുര്യോധനൻ തന്നെ അധർമ്മത്തിന്റെ ഒരു മൂർത്തിയാണ് എന്നില്ല. ദുര്യോധനെ അറിയപ്പെടുന്നത് സുയോധനൻ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എന്നുള്ള ശബ്ദത്തിൽ നമ്മൾ പ്രശസ്തി ദുര്യോധന അങ്ങനെ കിട്ടിപ്പോയി എന്നേ ഉള്ളൂ. പക്ഷെ സുയോധനൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ സുയോധനന്റെ ഭരണകാലം എന്ന് പറയുന്നത് ആ രാജ്യത്തെ സമൃദ്ധിയുടെ കാലവുമാണ്. ഈ സമൃദ്ധിയുടെ കാലം എന്ന് മാത്രമല്ല, ദുര്യോധനനെ കുറിച്ചുള്ള ധർമ്മപുത്രരുടെ അഭിപ്രായമാവട്ടെ ദുര്യോധനന് മനസ്സ് നിറഞ്ഞു കൊടുക്കുന്നവനാണ് എന്നുള്ള അഭിപ്രായത്തോടു കൂടിയാണ് ധർമ്മപുത്രർ ഇരിക്കുന്നത്. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ദുര്യോധനെ കുറിച്ച് ആ ഒരു വിധത്തിൽ സർവത്ര ധർമ്മത്തിന്റെ കേന്ദ്രം എന്നില്ല. അത് എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ധർമ്മപുത്രരുടെ രാജസൂയ യാഗം നടക്കുന്ന സന്ദർഭത്തില് അവിടെ ഈ കലവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരും. ആ മഹാസംരംഭത്തിൽ യജ്ഞത്തിലേക്ക് വേണ്ടുന്ന സർവ്വസാധനങ്ങളും ഹോമദ്രവ്യങ്ങളായിട്ട് വെച്ചിട്ടുള്ളതും അതേമാതിരി വരുന്ന ആൾക്കാർക്ക് ഭക്ഷണദ്രവ്യമായിട്ട് വരുന്നതും വസ്ത്രങ്ങള് പ്രസൻസ് കൊടുക്കാനുള്ള പശുക്കള് തുടങ്ങിയിട്ടുള്ളത് എല്ലാത്തിന്റെയും കൂടെയുള്ള ഒരു കലവറയുടെ അധികാരം എന്ന് പറയും. ആ അധികാരം ധർമ്മപുത്രൻ ആലോചിച്ചു, ഇത് ആരെ ഏൽപ്പിക്കും? അതായത് വേണ്ട വിധത്തിൽ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളും സർവ്വവിധത്തിലും കൊടുക്കാൻ താല്പര്യമുള്ള ഒരാളും ഒരു വിധത്തിലും ലോഭം വെക്കാത്ത ഒരാളുമായിട്ടുള്ള ആരെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഓർമ്മ വന്ന പേര് ദുര്യോധനെയാണ് കലവറ നോക്കാൻ ഏൽപ്പിച്ചത്. എന്ന് മാത്രമല്ല ദുര്യോധനും സന്തോഷമായി. ഇത് മുഴുവൻ ഞാൻ തീർക്കുമെന്നുള്ള ഒരു വിചാരം ദുര്യോധന ഉണ്ടായെങ്കിൽ കൂടിയും ദുര്യോധൻ വളരെ ഭംഗിയായിട്ട് ഇത് കൈകാര്യം ചെയ്തു. അത് കാരണം അവിടെ ആ യജ്ഞത്തിന് ഒരു ലോഭവും വന്നില്ലെന്നാ. അതായത് ദുര്യോധന എന്നാ ഇത് കൊടുക്കാതെ യജ്ഞത്തിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാറ്റിവെച്ചേക്കാം, നശിപ്പിച്ച് കളഞ്ഞേക്കാം, ഒരു ദുർബുദ്ധിയും കാണിച്ചില്ല. അപ്പൊ ദുര്യോധനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുര്യോധനൻ അങ്ങനെ തന്നെ ഒരു മഹത് വ്യക്തിയാണ്. ഇനിയിപ്പോ അവരുടെ പക്ഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ചില കാര്യങ്ങളിൽ അധർമ്മത്തിന്റെ കാര്യങ്ങളുണ്ട്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വജനങ്ങൾക്കും ഒരുപോലെ അധർമ്മി എന്നുള്ളതല്ല. അങ്ങനെയുള്ള ഒരു പക്ഷം അവിടെ നിൽക്കട്ടെ. ഇനി അതല്ല, ഇനി ദുര്യോധന പക്ഷത്തുള്ള ഓരോരോ ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ, കർണൻ ദാനത്തിന്റെ മൂർത്തിഭാവമായിട്ടാണ് കർണൻ നിൽക്കുന്നത്. കർണന് അർജുനോടൊരു വിരോധമുണ്ട്. അത് ഒരു ആജന്മ ശത്രുത എന്നതുപോലെ വളരെ ജ്വലിക്കുന്നതായിട്ടുള്ള അർജുനെ നശിപ്പിച്ചേ അടങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ഉള്ളിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി പോലെയുള്ള ഒരു താപമുണ്ട്, അഗ്നി പോലെയുള്ള ഒരു വൈരാഗ്യമുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു അധർമ്മിഷ്ഠൻ എന്നുള്ളതല്ല. കർണൻ ദാനത്തിൽ മഹാനായിട്ടുള്ളതാണ് കർണൻ. അപ്പം ദാനത്തിൽ മഹാനായിട്ടുള്ള കർണനെ സംബന്ധിച്ച് നിരവധി കഥകളുണ്ട്. അതായത് ഒരു മഴക്കാലത്ത് യജ്ഞം നടത്തുവാൻ വിറകില്ലാത്ത സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണൻ പലയിടത്തും പോയിട്ട് യജ്ഞത്തിന് വിറക് അന്വേഷിച്ചു. പ്ലാവിന്റെ വിറക് വേണം, എവിടുന്ന് കിട്ടാനാ? അപ്പൊ ഇത് കാരണം അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ നേരെ കർണന്റെ അടുത്തേക്ക് എത്തിയെന്ന. കർണൻ കേട്ടപാടെ
കർണന്റെ കൊട്ടാരത്തില് ഒരു വാതില്, പ്ലാവിന്റെ വാതിലാണ്, ആ വാതില് പൊളിച്ച് പിറകു കൊടുത്തു. ഇപ്രകാരമാണ്. അതുപോലെ പല വിധത്തിലുള്ള ദാനവും കൊണ്ട് കാണാം. ദാനം കൊണ്ട് സ്വയം നശിച്ചു പോയ ഒരുവനായിട്ടാണ് കർണനെ കുറിച്ച് പറയുന്നത്. എന്തെല്ലാം വിധത്തിലാണ്. കാരണം കവചകുണ്ടലങ്ങൾ ചോദിച്ചു കൊടുത്തു. ഇപ്രകാരം മഹാനായിട്ടുള്ള ദാനത്താൽ മഹത്വത്തെ പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കർണന്. എങ്ങനെയാണ് കർണൻ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ 100% അധർമ്മിഷ്ഠൻ എന്ന് പറയാൻ പറ്റില്ല. ഇനിയും ഭീഷ്മരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭീഷ്മർ അധർമ്മിഷ്ഠൻ എന്ന് ഒരാളും പറയത്തില്ല. ധർമ്മോപദേശം ധർമ്മപുത്രർക്ക് കൊടുത്തിട്ടുള്ള ഭീഷ്മരെ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മത്തിന്റെ നൂലാമാലകൾ ധർമ്മപുത്രരെ പഠിപ്പിക്കാൻ തക്ക യോഗ്യനായ വിധത്തിൽ ധർമ്മത്തിന്റെ സകല കാര്യങ്ങളും അറിയാവുന്ന ഒരു മഹാസാഗരമാണ്. ശാന്തസമുദ്രം പോലെ. ശാന്തസമുദ്രം മാത്രമല്ല, സപ്തസാഗരങ്ങളും കൂടെ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ ധർമ്മത്തിന്റെ മാത്രമല്ല സകല കാര്യങ്ങളും വേദത്തിലും പറഞ്ഞിരിക്കുന്നതാണെങ്കിലും ധർമ്മത്തിന്റെ വിഷയങ്ങളാണെങ്കിലും ശരി, ലോകവിഷയങ്ങളാണെങ്കിലും ശരി, സർവകാര്യങ്ങളും അറിയാവുന്ന മഹാജ്ഞാനിയും മഹാധർമ്മിഷ്ഠനുമായിരിക്കുന്ന ഭീഷ്മർ. ഈ ദ്രോണാചാര്യരാണെങ്കിലോ, ദ്രോണാചാര്യര് എങ്ങനെയാണ് ഒരു അധർമ്മിഷ്ഠൻ എന്ന് ഏത് വിധത്തിലാണ് പറയാൻ പറ്റുക? ഒരു മഹാബ്രാഹ്മണൻ. അതുകൊണ്ടാണ് ദ്വിജോത്തമ എന്ന് ദുര്യോധനൻ തന്നെ വന്ന് പറഞ്ഞത്. മഹാബ്രാഹ്മണൻ, സർവശാസ്ത്ര വിശാരദൻ, സുഹൃത്തിനെ പരാജയപ്പെടുത്തിയിട്ട് പിന്നീട് രാജ്യം തന്നെ തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് യാതൊരു വിദ്വേഷവും അങ്ങേടില്ല എന്ന് പറയുന്ന മഹത്വമുള്ള മഹാബ്രാഹ്മണനായിട്ടുള്ള ദ്രോണാചാര്യർ. കൃപാചാര്യർ അതേമാതിരി തന്നെ അപ്രകാരം ആചാര്യശ്രേഷ്ഠനായിട്ടുള്ള കൃപാചാര്യർ. ഇവരൊന്നും തന്നെ അധർമ്മിഷ്ഠരല്ല. ഇനിയിപ്പം ബാക്കി ആരാണ് ആ കൂട്ടത്തിലുള്ളത്? ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളിൽ ഓരോരുത്തർക്കും ചില മനുഷ്യനാണ്. മനുഷ്യൻ ഒരല്പം പോലും വാക്ക് പിഴവില്ല എങ്കിൽ, പ്രവൃത്തിയിൽ പിഴവില്ല എങ്കിൽ പിന്നെ മനുഷ്യനല്ല, പിന്നെ ഭഗവാനാണ്. പക്ഷെ ഇവരൊക്കെ മനുഷ്യരാണ്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ മനുഷ്യരായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ പിഴവുകളോടുകൂടി മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ധർമ്മവും പകുതി അധർമ്മവും പകുതി എന്നുള്ള രീതിയിലാണ് സർവ്വ മനുഷ്യരും. അപ്പൊ ഇതിനകത്തുനിന്ന് എടുത്തു പറയാൻ ഇവര് മനുഷ്യരാണ്, പക്ഷെ അവരങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ എന്ന് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്തുകൊണ്ടാണ് അവരെ ഇപ്പോഴും മനുഷ്യരായിട്ട് കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ചില സന്ദർഭത്തിലാണെങ്കിൽ ചില കാര്യങ്ങളിൽ അവർക്ക് പിഴവ് പറ്റും. അത് അക്കാലത്തെ അവരുടെ രീതി, നമ്മൾ വിട്ടേക്കുക. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ഈ ധർമ്മസംഘട്ടനം എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിന് അതുകൊണ്ട് ധർമാധർമ്മ യുദ്ധം എന്നല്ല പറയുന്നത്, പക്ഷെ പകരം പറയുന്നത് ധർമ്മയുദ്ധം. എന്താണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ധർമ്മത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ യുദ്ധം ചെയ്യണം, ആരോടൊക്കെ യുദ്ധം ചെയ്യണം എന്ന വ്യവസ്ഥയില് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ധർമ്മയുദ്ധം എന്ന് പറയും. അതാണ് അതിന്റെ അർത്ഥം. അതിനൊരു നിയമമുണ്ട്. എങ്ങനെയാണ് ഈ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടൊക്കെ യുദ്ധം ചെയ്യാം. അതിന്റെ കണക്കിങ്ങനെയാണ്. യുദ്ധം ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് കാണാം ഇരുപക്ഷത്തും ധാരാളം ആൾക്കാർ നിരനിൽക്കുന്നു. ആ നിരനിൽക്കുന്ന ആദ്യ സന്ദർഭത്തിൽ രണ്ടും എന്നപോലെ നിൽക്കും. പിന്നീട് അതിലേക്ക് ഇടകലർന്നായി പോകും. അതായത് ഒരു ആനയുടെ മുമ്പിൽ ഒരു തേരാളി എത്തുന്നു, ഒരു കുതിരക്കാരനെത്തുന്നു, കുതിരയുടെ മുമ്പിൽ ഒരു കാലാൾ സൈന്യം എത്തുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള കോമ്പിനേഷൻസ് അവിടെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആ രണഭൂമിയിലുള്ള ഓരോരുത്തരും ഈ ധർമ്മത്തെ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇത് രാജാവ് മാത്രം അറിഞ്ഞു അല്ലെങ്കിൽ മുഖ്യ സൈന്യാധിപൻ മാത്രം അറിഞ്ഞു എന്നുള്ളതല്ല. പകരം എന്ന് പറയുന്നത് അവിടെയുള്ള ആ കുതിരപ്പുറത്ത് നിൽക്കുന്ന ഓരോ വ്യക്തിയും, കാലാൾ സൈന്യമായിട്ട് നിൽക്കുന്ന, കാലാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് നിൽക്കുന്ന സാധാരണ സൈനികരും തീരിൽ നിൽക്കുന്നവരും സർവരും അറിഞ്ഞിരിക്കണം ഈ നിയമങ്ങൾ. ആ നിയമങ്ങളെ കുറിച്ച് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയാണ് മത്തം, പ്രമത്തം, ഉന്മത്തം. ഈ തരത്തിൽ അത് മത്തം, പ്രമത്തം, ഉന്മത്തം എന്ന് പറയുന്ന മൂന്നിനും ഈ ബോധം പല വിധത്തിൽ മറയപ്പെട്ടവര്, അതായത് ബോധക്ഷയം വന്നവര്, ഒരു കനത്ത ഒരു ഗത കൊണ്ടുള്ള ഒരു ആഘാതമേറ്റു, ബോധം കെട്ട് വീണു. അപ്പൊ ഉടൻ തന്നെ അതേമാതിരിയാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ട് വീണില്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ തലകറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതി. ഇനി അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താണ് പറ്റിയെന്ന് ഇപ്പൊ നക്ഷത്രം എണ്ണുക എന്ന് പറയത്തില്ല, ഈ മാതിരിയൊക്കെയുള്ള രീതിയിൽ ഇരുന്നു പോകുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പലവിധ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിലുള്ളവരെയാണ് പറഞ്ഞിരിക്കുന്നത് മത്തം, പ്രമത്തം, ഉന്മത്തം. പിന്നെ ഒരുമാതിരി ഈ ബോധക്ഷയം മാത്രമല്ല ഉന്മാദത്തിലേക്ക് കടന്നവരുമാകാം. ഇപ്പം പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സുപ്തം, ഉറങ്ങിപ്പോയവര്, ബാലനായിട്ടുള്ളവരെ,
സ്ത്രീയം, പിന്നെ സ്ത്രീയെ, പിന്നെ ജഡം. ജഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായി, അതായത് മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കാനും വയ്യ, ഒന്നിനും തോന്നാത്ത ഒരു വ്യക്തി, അങ്ങനെയുള്ളവരെ. പിന്നെ പ്രപന്നം. പ്രപന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് പറഞ്ഞില്ല, രണ്ടു കൈയും പൊക്കി കഴിഞ്ഞാൽ പിന്നെ വെടിവെക്കത്തില്ല എന്ന് പറയുന്ന മാതിരി പ്രപന്നം, അതാണ് ആശ്രയിക്കുന്നവൻ. പിന്നെ വിരഥം. വിരഥം എന്ന് പറയുന്നത് രഥം തകർന്നു, രണ്ട് രഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന മഹായുദ്ധത്തില് രഥം തകർന്നു, ഒരുവന്റെ നിലത്തായിപ്പോയി. നിലത്തായി കഴിഞ്ഞപ്പോൾ ഒരാൾ രഥത്തിലും മറ്റേയാൾ നിലത്തുമാണ്. നിലത്തായി കഴിഞ്ഞ സമയത്ത് സ്റ്റാറ്റസ് മാറിയത് കാരണം പിന്നീട് ആ വ്യക്തിയെ നിലത്ത് നിന്നുകൊണ്ട് ആ വ്യക്തിയുമായിട്ട് യുദ്ധം തുടരരുത് എന്ന്. അതാണ് വിരഥം. പിന്നെ ഭീതം, പിന്നെ ഭയന്നിട്ട് ഓടുന്നവൻ. ആ ഭയന്നിട്ട് ഓടുന്നവന്റെ പിന്നാലെ പോയിട്ട് അവനെ വധിക്കരുത്, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കരുത്, അവനെ വിട്ടേക്കുക. അവൻ ഓടുന്നവനാണ്. ആശ്രയിക്കുന്നവൻ, പ്രപന്നം എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്നവൻ, ഭീതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന് കൈ ഉയർത്തിയിട്ട് സ്വയം കീഴടങ്ങി മറ്റവൻ അവൻ ഓടിപ്പോകുന്നവനെയും കൊല്ലാതെ വിട്ടേക്കണം. ഇതൊക്കെയാണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ. പിന്നെ നരിപും ഹന്തി ധർമ്മവിത്ത്. അങ്ങനെയുള്ള റിപുവിനെ, ഇപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിലൊക്കെയാണ് റിപു, സ്ത്രീയാണ് ശത്രു എന്നുണ്ടെങ്കിലും ജഡനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ദബുദ്ധിയാണ് എന്ന് പറയും, ഒന്നിനും ഒരു ശേഷിയുമില്ലാത്തവനാണ്. ഉപദ്രവ ബുദ്ധിയിൽ വാക്കുകൾ പ്രയോഗിക്കുന്നു, പക്ഷേ ഒന്ന് കൈയെടുത്ത് ഉയർത്താൻ പോലും ശേഷിയില്ല. എന്നാൽ ഇവരെ അങ്ങ് കൊന്നേക്കാം എന്ന് ധർമ്മവിത്ത് ഒരിക്കലും കരുതി. നരിപും ഹന്തി ധർമ്മവിത്ത്. ഇതാണ് ശ്ലോകം. പ്രപന്നം വിരതം ഭീതം നരിപും ഹന്തി ധർമ്മവിത്ത്. അപ്പോൾ ഈ യുദ്ധക്കളത്തിൽ നമുക്ക് കാണാം, അവിടെ ധർമ്മയുദ്ധം എന്ന് പറയാൻ കാരണം ഇത് പരമാവധി എല്ലാവരും പാലിച്ചു. പരമാവധി എല്ലാവരും പാലിച്ചിരിക്കെ ഈ ധർമ്മയുദ്ധം എന്ന് പറയുന്നത് ചില സന്ദർഭത്തിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കും. അത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ കാണാം. ഇനിയിപ്പം നമുക്ക് ഈ കഥയുടെ സന്ദർഭത്തിൽ തന്നെ മനസ്സിലാക്കാം എന്തൊക്കെയാണ് ചിലത്. ഒന്ന്, ജയദ്രഥ വധ സമയത്ത് ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുത്തു ഭൂരിശ്രവസ് സാത്വികിയുടെ തലവെട്ടുവാൻ വേണ്ടിയിട്ട് തുനിയുന്നതായിട്ട്. ആ തുനിയുന്ന സന്ദർഭത്തിൽ രഥത്തിലിരിക്കുന്ന അർജുനൻ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള, അതായത് അരിവാളിന്റെ ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു അസ്ത്രം കൊണ്ട് ഭൂരിശ്രവസിന്റെ കൈ ഛേദിച്ചു കളഞ്ഞു. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രഥത്തിലിരിക്കുന്ന ആള് നിലത്ത് നിൽക്കുന്ന ആളിനെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. അപ്പൊ അതൊരു ചെറിയൊരു വ്യതിയാനം അവിടെ നമുക്ക് കണ്ടു. പിന്നെ നമ്മൾ കാണുന്നത് ഈ ഭീമന് ദുര്യോധനന്റെ തുടക്കടിച്ച് വീഴ്ത്തുന്നതായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ അരയ്ക്ക് താഴോട്ട് യുദ്ധക്കളത്തില് ഇവിടെ പ്രഹരം നടത്താൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അവിടെ നമുക്കൊരു വ്യതിയാനം കാണാം. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും ഇവിടെ ഒരു അധർമ്മ യുദ്ധം എന്ന് പറയത്തക്ക തരത്തിലുള്ള ഒരു ക്വാളിഫിക്കേഷനിലേക്ക് നീങ്ങുന്നില്ല. പകരം ഇവിടെ നടന്നൊരു ധർമ്മയുദ്ധമാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മയുദ്ധം എന്താ, ഈ ധർമ്മയുദ്ധം എന്ന് പറയാൻ കാരണം ഇവിടെ പരാജയപ്പെടുക എന്ന് പറയുന്നതല്ല. പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധക്കളത്തിൽ ആര് മരിച്ചു വീണാലും അവർ പോകുന്നത് അതിനകത്ത് ഈ ഒരു പക്ഷത്ത് നിൽക്കുന്നവർ സ്വർഗത്തേക്കും മറുപക്ഷത്ത് നിൽക്കുന്നവർ നരകത്തിലേക്കും എന്നുള്ളതല്ല. ആര് മരിച്ചു വീണു കഴിഞ്ഞാലും അവർ പുണ്യത്തെ ആർജിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് പോകുന്നവരാണ്. ഇനി വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അവരെല്ലാരും പുണ്യവാന്മാരും സ്വർഗത്തിൽ പോകുന്നവരും, അതായത് ക്ഷാത്രധർമ്മത്തെ പാലിച്ചുകൊണ്ടിരുന്നവരുമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിങ്ങനെ പല പ്രാവശ്യം എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ധർമാധർമ്മ സംഘടനമെന്ന്. പക്ഷെ അതൊക്കെ നമുക്ക് കൊള്ളാം. നമുക്ക് സമൂഹത്തിൽ ഇത് പഠിക്കാത്ത വിഭാഗം ഒരുപാട് ആൾക്കാരുണ്ട്. അവര് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നും അവർക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അവർക്കെല്ലാം അറിയാം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കൂടുതൽ വിചാരം ഇതിലേക്ക് ചെയ്യാത്ത പക്ഷം അവരിങ്ങനെ ധർമാധർമ്മ യുദ്ധം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കും. നമ്മൾ അവരോട് തർക്കിക്കാനും പോകേണ്ട, വിരോധത്തിനൊന്നും പോകേണ്ട. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളൊരു പഠിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കടന്ന് പഠിക്കരുത്, കടന്ന് കേൾക്കരുത്. അതൊരു അബദ്ധം ചെയ്യും. അതായത് ചില സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു പരിധിയുണ്ട്. അപ്പൊ ഈ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബഹുശ്രുതനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. ബഹുശ്രുതം എന്ന് പറഞ്ഞാൽ പല ഭാഗത്തുനിന്നും പല സോഴ്സുകളിൽ നിന്നും പലതും നമ്മൾ കേൾക്കുന്നു. അപ്പൊ ഇങ്ങനെ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം അറിയാമെന്ന് വിചാരിക്കാം. ഒരു ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം.
അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാവുന്ന തരത്തിലൊരു കണക്കറിയാം. ഈ കുട്ടിയെടുത്താണെങ്കിൽ 10ാം ക്ലാസ്സിലെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷയം ആൽജിബ്രയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ മനസ്സിലാവത്തില്ല എന്ന് പറയത്തുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വാക്കുകളൊന്നോ 2 വാക്കുകൾ എടുത്ത് പറയുന്നത്. അപ്പൊ ഇതേമാതിരി നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്ര പഠനത്തിലും ഇതിനകത്താണെന്നുണ്ടെങ്കിലും ഓരോന്നും നമ്മൾക്ക് ഗ്രഹിച്ചു പോകേണ്ട സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി മുഴുവനും എന്ന് പറയുന്നത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ആവശ്യത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ബുദ്ധിക്ക് ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതൽ ശരീരം ഗ്രഹിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും കഴിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ നമുക്ക് ദഹനക്ഷയം വരുന്നത്, ദഹനശേഷി നഷ്ടപ്പെട്ടു പോകുന്നത്, അപ്രകാരം തന്നെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും ഉപരിയായിട്ടുള്ള വിഷയങ്ങൾ ബുദ്ധിയിൽ സംഭരിച്ചു വെച്ചു കഴിഞ്ഞാൽ ബുദ്ധിക്ക് മന്ദീഭാവം വരും. അതുകൊണ്ട് മന്ദബുദ്ധിയായി തീരും. അധികം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ ഈ പരിധി കൽപ്പിക്കുന്നത്. ആചാര്യന്മാർ പൊതുവെ നമ്മുടെ അടുത്ത് പറയും, അതായത് പഠിപ്പിക്കുന്ന ഭാഗത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പഠിക്കണം. അത് അതിക്രമിച്ച് പഠിക്കരുതെന്ന് പറയും. അതായത് ഈ കടന്ന് പഠിക്കരുതെന്ന് പറയും. ഈ കടന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കേൾക്കാൻ എനിക്കറിയാം, നമ്മളൊന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എനിക്കറിയാം, പിന്നെയും പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയാൻ സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അവര് വേണമെങ്കിൽ പറയാതെ ഇരുന്നെന്ന് വരും. പക്ഷെ ഇതെല്ലാം അവർക്ക് അറിയാവുന്നതാണെന്നുള്ള തോന്നൽ അവർക്കുള്ളത് കാരണം അവരുടെ മനസ്സ് ആ സമയത്ത് മറ്റു ചിന്താധാരകളിലേക്ക് പോകും. എന്തെങ്കിലും ഒന്ന് കേൾക്കുന്നതും അവർ കേട്ടിരിക്കുന്ന വിഷയവുമായിട്ട് സംബന്ധിപ്പിച്ചുകൊണ്ട് അതിലേക്ക് പോകും. അതുകൊണ്ട് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സ് ശിഥിലമായി പോകുന്ന ധാരാളം കേൾക്കൽ. ഇപ്പൊ നമ്മൾ രാഷ്ട്രീയം പറയുന്ന ഈ ചർച്ചകൾ കേൾക്കുന്നു. അതിങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നലെയും കേട്ടിരുന്നു, അവര് മിനിഞ്ഞാന്നും കേട്ടിരുന്നു, കഴിഞ്ഞ മാസവും കേട്ടിരുന്നു, കഴിഞ്ഞ വർഷവും കേട്ടിരുന്നു, കഴിഞ്ഞ 10-12 വർഷമായിട്ട് അവർ ഡെയിലി കേൾക്കുന്നുണ്ട്. എന്നിട്ടോ കേട്ടു വിട്ടു വേണമെന്നുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ആരെങ്കിലും അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇവര് കേട്ടിയ വിവരങ്ങള് മറ്റവർക്ക് പറയും. അപ്പൊ അവര് കേട്ട വിവരങ്ങൾ ഇവരോടും പറയും. അതിനുശേഷം പിറ്റേ ദിവസം പുതിയത് കേൾക്കാനുമായി പറയാനുമായി. ചുരുക്കത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവരുടെ ബുദ്ധിയിലേക്ക് കയറുക എന്ന് പറയുന്നതും ബുദ്ധിയിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ബുദ്ധിക്ക് ഗ്രഹണശേഷി എന്ന് പറയുന്നതും ധാരണശേഷി എന്ന് പറയുന്നതിനകത്തും ലോപം സംഭവിക്കും. അതിന്റെ വേറൊരു ഉദാഹരണം പറയാം. അതായത് നമ്മളിപ്പം ഈ ബുക്കുകളെടുത്ത് ഫാസ്റ്റായിട്ട് വായിക്കുന്ന ഒരു ശീലം വന്നെന്ന് വിചാരിച്ചു. ഇങ്ങനെ ബുക്കുകളെടുത്ത് വായിച്ചു തള്ളി കഥാപുസ്തകങ്ങളൊക്കെ വായിച്ചു തള്ളി 1/2 മണിക്കൂർ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ 100 പേജ് തള്ളുന്ന തരത്തിലേക്ക് മാറാം എന്ന് പറഞ്ഞ് വായിച്ചു തള്ളുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 3 ദിവസം കൊണ്ട് ഒരു പുസ്തകം തീർത്തു, 1.5 ദിവസം കൊണ്ട് ഒരു പുസ്തകം തീർത്തു, 2 ദിവസം കൊണ്ട് ഒരു പുസ്തകം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഒരു 100-150 പുസ്തകങ്ങൾ അങ്ങ് തീർത്തു എന്ന് വിചാരിച്ചു. ഈ പുസ്തകങ്ങൾ അങ്ങനെ തീർത്തതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തുനിന്ന് ഒരൊറ്റ പുസ്തകത്തിന്റെ അകത്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിൽ പേരുകളൊക്കെ വേണമെങ്കിൽ ഓർത്തെടുക്കാം എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ട്. എവിടെ ഓർക്കാൻ? അല്ലെങ്കിൽ പിന്നെ വിവേകാനന്ദ സ്വാമികളുടെ മാതിരിയുള്ള മഹാപ്രതിഭയായിരിക്കണം. പ്രശ്നമില്ല. ഞാൻ പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കാണാം. അവിടെ അതിനാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമുക്കൊരു ബുദ്ധിക്ക് ഇന്റലക്ച്വൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമുക്ക് അവിടെ ബുദ്ധിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളരെയധികം വിഷയങ്ങൾ ബുദ്ധിക്ക് ഇട്ടുകൊടുക്കാതിരിക്കുന്നതിനെയാണ് ഇനിയിപ്പോ നമുക്ക് വേദാന്തത്തിലൊക്കെ കാണാം. ശമ, ദമ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. മനോനിഗ്രഹം, ശമ, ഇന്ദ്രിയ നിഗ്രഹം, ദമ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പഠിക്കണം എന്നുണ്ടാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്നതാണ് ഇതൊക്കെ. അപ്പൊ ഇത് പ്രായം 50 അല്ലെങ്കിൽ 60 അല്ലെങ്കിൽ 70 എന്നുള്ളത് കൊണ്ട് നമ്മൾ വിദ്യാർത്ഥി ഭാവം വിടാൻ പാടില്ല. ഇതെനിക്കെല്ലാം അറിയാമെന്നുള്ള ബുദ്ധി നമ്മൾ ഇരിക്കാൻ പാടില്ല. വയസ്സ് എത്രയോ ആവട്ടെ. കാരണം വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് അവിടെ അറിയാമെന്നുള്ള ഭാവത്തിൽ ഇരിക്കാൻ പാടില്ല. പകരം അറിയാണ്ടതാണ് എന്നുള്ള ഭാവത്തില് ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, നമ്മൾ വാതിലുകൾ അടച്ചു. അപ്രകാരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ മുമ്പ് കിട്ടിയിരിക്കുന്ന അറിവുകളൊന്നും നമ്മൾ കളയേണ്ടതില്ല. പകരം അതിനെയൊക്കെ നമ്മൾ ഇരുത്തിയാൽ മാത്രം മതി എന്നുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഈ ഒരുപാട് കാര്യങ്ങൾ യഥാസ്ഥാനത്ത് ഇരുത്തണം. ആ ഇരുത്താത്തത് കാരണം നമുക്ക് മൊത്തത്തിൽ കൂട്ടിക്കുഴഞ്ഞു കിടക്കുകയാണ്. എന്തിനെക്കുറിച്ച്? ആധ്യാത്മിക വിഷയങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ആധ്യാത്മിക കാര്യങ്ങൾ എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് പറയാൻ 10 വാക്ക് പറയാൻ നമ്മുടെ കയ്യിലുണ്ടാവും. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്നാൽ ഇനി ആധ്യാത്മിക കാര്യങ്ങൾക്ക് എനിക്ക് പൂർണ്ണ ജ്ഞാനമുണ്ട് എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അവിടെ വരുമ്പോൾ നമുക്ക് പ്രശ്നമായി. ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുക്തിയാണ് ഉദ്ദേശിക്കുന്നത്. മുക്തിയിൽ കുറഞ്ഞതൊന്നും ആധ്യാത്മികതയല്ല ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ.
മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം പോകല് മുക്തി. അപ്പൊ ഇതിനകത്ത് അജ്ഞാനം പോവുക എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണല്ലോ. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് അതിന്റെ പരമമായിട്ടുള്ള ലക്ഷ്യം. അതിന് ജ്ഞാനപ്രാപ്തി, അതാണ് മുക്തി, അല്ലെങ്കിൽ അതുകൊണ്ടാണ് മുക്തി, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ ജ്ഞാനപ്രാപ്തി, ജ്ഞാനം പൂർണ്ണമായിട്ട് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിന് 99% ജ്ഞാനമില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, അല്ലാതെ ഗ്രാജുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ വിഷയത്തിലെ ആധ്യാത്മിക വിഷയത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 10% ജ്ഞാനമുണ്ട്, ഞാനത് 20% ആക്കും, 30% ആക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് കൂട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെയാണ്. ഒന്നുകിൽ നമ്മൾ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ നമ്മൾ മയക്കത്തിലെന്ന് പറഞ്ഞാൽ, മയക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഉറക്കത്തിൽ തന്നെയെന്ന് അർത്ഥം. ആ ഉണർന്നിട്ടില്ല. അപ്പൊ അത് കാരണം ആ മയക്കത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ താരം എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും നമുക്ക് ഓർമ്മയിലോട്ട് പോകത്തില്ല. അപ്പൊ അത് ഉറക്കത്തിന്റെ തന്നെ ലഘൂകരിക്കപ്പെട്ട തനൂകരിക്കപ്പെട്ട ഉറക്കമായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ജാഗ്രതയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി എന്ന് പറയുന്നത് പ്രകാശിക്കത്തുള്ളൂ. അപ്രകാരമാണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ജ്ഞാനമുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ആർജിക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളെല്ലാം നല്ലതുപോലെ നമ്മളെ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ജീവബ്രഹ്മ ഐക്യജ്ഞാനം, അതാണ് ജ്ഞാനം. ജീവബ്രഹ്മ ഐക്യജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനം. ആ ഈശ്വരജ്ഞാന ജീവബ്രഹ്മ ഐക്യജ്ഞാനമാണ്, അതാണ് സംസാര നിവൃത്തി എന്ന് പറയുന്നത്. സംസാര നിവൃത്തിയാണ് പറയുന്നത് മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകിൽ ആള് മുക്തനാണ്, അല്ലെങ്കിൽ അയാൾ മുക്തനല്ല. ഇതേ ഉള്ളൂ. രണ്ടിന്റെ ഇടയ്ക്ക് അയാൾ 10% മുക്തനാണ്, അല്ലെങ്കിൽ 20% മുക്തനാണ്, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിനകത്ത് ആര് പറഞ്ഞു ഏത് പറഞ്ഞു ശരിയെന്നൊന്നും നോക്കണ്ട, നമ്മൾ അതൊക്കെ അങ്ങ് വിട്ടേക്കുക. കാരണം അവര് മുക്തന്മാരാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് എന്റെ ഗുരു മുക്തനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് നമുക്ക് മുക്തിയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്റെ ഗുരു മഹാനാണ്, മറ്റവരെക്കാളും മഹാനാണ്, 10 പേര് അധികം കൂടുന്ന ആള് എന്ന് പറയുന്ന രീതിയിൽ നടക്കേണ്ട കാര്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് നമുക്ക് ജ്ഞാനമുണ്ടോ ഇല്ലയോ, അത് മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ. നമ്മൾ ഭഗവാന്റെ അടുത്ത് നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ, അത് മാത്രമേ നമ്മളെ രക്ഷിക്കാനുള്ളൂ. അല്ലാതെ നമ്മൾ ആരെ ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തുന്നോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ വെറുതെ നമ്മൾക്ക് അതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു അഭിമാനം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വിധി വ്യാധ്യഭിമാനഗ്രസ്തം, അങ്ങനെയാണ് പല വിധത്തിലുള്ള അഭിമാനങ്ങളുടെ പല മേഖലകളുണ്ട്. വിധി വ്യാധി അഭിമാനഗ്രസ്തം, പല രോഗങ്ങളുണ്ട് ഒരു വശത്ത്, പല അഭിമാനങ്ങളുണ്ട് ഒരു വശത്ത്. അപ്പൊ ഇതൊക്കെയാണ് ഇനിയിപ്പം ഗീതയിലൊക്കെ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ അഭിമാനങ്ങളിലൊക്കെ നിന്നുകൊണ്ട് അവിടെ നമ്മൾ പലതും ആർജിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ട് ബ്രഹ്മജ്ഞാനം നേടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുക്തി നേടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. കാരണം ഇവിടെ ശരിയാവത്തില്ല എന്ന് പറയാൻ കാരണം നമുക്ക് ഭഗവത്ഗീതയിൽ ഭഗവാന് തുടക്കത്തിൽ തന്നെ ഇനിയിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് പണ്ഡിതന്മാർക്ക് അറിയാം, പണ്ഡിതരല്ലാത്തവർക്ക് ഇതറിയത്തില്ല. പാണ്ഡിത്യമാണ് ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് അത് ജീവബ്രഹ്മ ഐക്യജ്ഞാനം ചിലർക്കുണ്ട്, ചിലർക്കില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പൊ അതുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ജീവൻ മുക്തരാണ്. ജീവൻ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തി നേടിയവരാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അതില്ല. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഉപായങ്ങൾ എന്താന്നുള്ളത്, ഉപായങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, പല വിധത്തിലുള്ള ഉപായങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഉണ്ടാവത്തില്ലായിരുന്നു. ജ്ഞാനം കിട്ടാൻ നമ്മൾ ഏത് തരത്തിലാണ് ഇപ്പൊ ജ്ഞാനത്തിനുള്ള മാർഗം തേടുക? ജ്ഞാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം എന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള അനുഭവക്കാരും വരും. അനുഭവമാണ് വേണ്ടത്, പഠനമല്ല വേണ്ടത്. പഠനമാണ് വേണ്ടത്, അനുഭവമല്ല വേണ്ടത്. കാരണം അനുഭവം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അനുഭവത്തിന്റെ കുറവൊന്നും ഇല്ലല്ലോ. മുന്നിൽ നിൽക്കുന്ന ഒരാളിനെ കാണുമ്പോൾ ഇത് ആളിനെ നിൽക്കുന്ന കാഴ്ചയിലൂടെ നമുക്കൊരു അനുഭവം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടത്? ആ മുന്നിൽ നിൽക്കുന്ന ആൾ ആരാണെന്നുള്ള അറിവാണ് നമുക്കുണ്ടാകും. അത് മുൻപേ അറിവുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, സ്മൃതിയാവുന്നു. സ്മൃതിയിലൂടെ പെട്ടെന്ന് കയറി വരുന്നു, ഇതെന്റെ പുത്രനാണ് നിൽക്കുന്നത്, എന്റെ പിതാവാണ് നിൽക്കുന്നത്. തീർത്തും അപരിചിതനായിട്ടുള്ള ഒരാളാണ് അവിടെ വന്ന് നിൽക്കുന്നതെങ്കിലോ എന്ന് പറഞ്ഞാൽ അനുഭവത്തിലുണ്ട് ആള്, പക്ഷെ അറിവിലില്ല ആള്. അറിവില്ലെന്ന് പറഞ്ഞാൽ വ്യക്തി ആരാണെന്നുള്ള ജ്ഞാനം അവിടെ ഇല്ല.
അപ്പൊ ആ സന്ദർഭത്തിൽ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ അന്നേരം ആലോചിക്കുന്നത് എവിടെയോ കണ്ട മുഖം മറന്നതാണോ അല്ലെങ്കിൽ കാണാത്ത മുഖമാണോ എന്നുള്ള ആലോചിക്കുന്നു. എവിടെയെങ്കിലും നമുക്ക് മുമ്പുള്ള ജ്ഞാനത്തിൻ എടുത്തുകൊണ്ട് നമുക്കൊരു ഓർമ്മ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പറയാം ഇത് ഇന്ന ആളാണ്, എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ അനുഭവമുണ്ട് പക്ഷെ ജ്ഞാനമില്ല. നമ്മൾ പറയും സോറി എനിക്കറിയില്ല അങ്ങേന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ആള് പറയുന്നത് ഞാൻ ആരാണെന്ന് പറയാം, ഞാൻ നിന്റെ കൂടെ 4ാം ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച തൊട്ടപ്പുറത്ത് നിന്റെ നേരെ ഇടതുവശത്തിരുന്ന കുട്ടികൃഷ്ണനാണ് ഞാൻ എന്ന് പറയുമ്പോൾ എടാ കുട്ടികൃഷ്ണ നീയോ എന്ന് നമ്മൾ ചോദിച്ചു കളയും. കാരണം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടികൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള ജ്ഞാനവുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഇത് അനുഭവജ്ഞാനമാണ്. കുട്ടികൃഷ്ണൻ എന്നുള്ള മുമ്പ് എന്ന് പറയുന്നത് മുന്നനുഭവത്തിന്റെ സ്മൃതിജ്ഞാനവുമാണ്. അപ്പൊ ഇത് തമ്മിലൊരു സംബന്ധം ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമല്ല, ജ്ഞാനം ഭാഗികമാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനമുണ്ട്, പക്ഷെ ഇത് കുട്ടികൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അതിനെ ആ തരത്തിലുള്ള ജ്ഞാനം എന്ന് പറയത്തുള്ളൂ. മറ്റേതൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഇഷ്ടംപോലെ വ്യക്തികൾ നമ്മൾ എത്ര ആൾക്കാർ ഡെയിലി കണ്ടുപോകുന്നു എന്നുള്ള. ചുമ്മാ റോഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള അതിശയകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്ത് ഒറ്റ പ്രാവശ്യം മാത്രം കണ്ട് കടന്നു പോകുന്ന എത്ര ആൾക്കാരാണുള്ളതെന്ന്. അവരെയൊക്കെ ഒരു പ്രാവശ്യം മാത്രം കാണാനുള്ള യോഗം നമുക്കുണ്ട്. അതേപോലെ നമ്മളെ ഒരു പ്രാവശ്യം മാത്രം കാണാനുള്ള യോഗം അവർക്കുമുണ്ട്. ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നമ്മളെ വേണമെന്ന് ഒറ്റ നോട്ടത്തിൽ ആ കൂട്ടത്തിൽ നമ്മളും കൂടെ പെട്ടുപോയ വിധത്തിൽ ഒന്ന് കണ്ടുപോകാൻ നമ്മൾ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലോ അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലോ എത്ര പേരെ നമ്മൾ കാണുന്നു, എല്ലാവരും നമ്മൾ ഒരുപോലെ കാണുന്നു. ഒറ്റ പ്രാവശ്യം മാത്രം ഒരു മിന്നൽ, അത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അപ്പുറത്തോട്ട് തിരിഞ്ഞു അങ്ങ് പോയി. ഇതേമാതിരിയുള്ള ഇതൊക്കെയല്ലയോ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഒരിക്കലും നമ്മൾ അവരെ കാണാൻ പോകില്ല, നമ്മളെ ഒരിക്കലും അവർ കാണാൻ പോകില്ല. നമ്മൾ സ്ഥലം മാറിപ്പോകുന്നു, മറ്റേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഞ്ചാരിയാണ്, ഒരു വ്യക്തിയാണ് ഇവിടെ നമുക്ക് മുക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ മുക്തിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഇതേ സഞ്ചാരം ബുദ്ധി കൊണ്ട് നടത്തിയാൽ, അതായത് ഓരോന്ന് കേൾക്കുന്നു വിടുന്നു, വേറൊന്ന് കേൾക്കുന്നു വിടുന്നു, വേറൊന്ന് കേൾക്കുന്നു വിടുന്നു, ഇപ്രകാരം ബുദ്ധി കൊണ്ടും ഈ സഞ്ചാരം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഇവിടെ ആ വ്യക്തിക്ക് ജ്ഞാനത്തിൽ പ്രതിഷ്ഠ കിട്ടത്തില്ല. ജ്ഞാനം വേണം. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രം. എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്? ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് മുക്തി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തി എന്താണെന്നുള്ള ജ്ഞാനം വേണമല്ലോ, എന്നാലല്ലേ മുക്തിയെ കുറിച്ചുള്ള ജ്ഞാനം കിട്ടും. നമുക്ക് സങ്കല്പിച്ചുണ്ടാക്കുന്ന മുക്തിയല്ല മുക്തി, അത് നമുക്ക് ഇനിയുണ്ട്, പഠിക്കാൻ കിടക്കുന്നു ഒരുപാട്. അതേമാതിരി ആർക്ക് മുക്തി വേണം, അത് നമുക്ക് പഠിക്കാൻ കിടക്കുന്നു ഒരുപാട്. എന്റെ കയ്യിലെ നഖം അത് വെട്ടിക്കഴിഞ്ഞാൽ നഖത്തിന് മുക്തി കിട്ടി. കാരണം എന്നിൽ നിന്നും സ്വതന്ത്രമായല്ലോ. സ്വതന്ത്രമാകുന്നതിനാണ് മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ എന്നോട് ബന്ധിപ്പിക്കപ്പെട്ടിരുന്ന ഈ നഖം വെട്ടി ഞാൻ കളഞ്ഞു കഴിഞ്ഞപ്പോൾ അതാ മുക്തനായി പോയ നഖം നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് ഒന്നിനെ അകറ്റിക്കളഞ്ഞാൽ അതിന് മുക്തി കിട്ടുന്നു. അങ്ങനെ പല വ്യക്തികൾക്കും നമ്മൾ മുക്തി കൊടുക്കുന്നു. ഡൈവോഴ്സ് ചെയ്യുക ഒരു തരത്തിലുള്ള ബന്ധനിവൃത്തിയാണല്ലോ. ബന്ധമായി വിവാഹമായ ബന്ധനിവൃത്തിയായി ഡൈവോഴ്സ് ചെയ്യുക. അപ്പൊ ഇതേമാതിരി പല വിധത്തിലുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദേശം വിട്ടുപോയി, എല്ലാവരിൽ നിന്നും സ്വതന്ത്രമായിട്ട് പോയി, ഇങ്ങനെയൊക്കെ പല വിധത്തിലുണ്ട്. പക്ഷെ അതൊന്നും അല്ലല്ലോ ഇവിടെ മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മുക്തിയെക്കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ആർക്കാണ് മുക്തി വേണ്ടതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ എനിക്ക് മുക്തി വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നുള്ളത് തന്നെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു പരിശോധന നടത്താത്തൊരു വിഷയമാണ്. ഇങ്ങനെയൊക്കെ കിടക്കുന്നു. അതിനിപ്പം നമുക്ക് ഒരുപാട് കിടക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയമുള്ളത് കാരണമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ നമ്മൾ പഠിക്കാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇന്റലക്ച്വൽ ഡിസിപ്ലിൻ, അതായത് പഠിക്കാനുള്ള ഭാഗം പഠിക്കേണ്ട വിധത്തിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ ഇരുന്ന് നമ്മളങ്ങ് പഠിക്കുക എന്നുള്ളത്. അതിനുശേഷം പിന്നെ നമ്മൾ പഠിക്കാത്ത ഭാഗം പഠിച്ചിട്ട് വന്നിട്ട് ഇത് മുഴുവൻ പഠിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പറയുന്നത് ഒരുമാതിരി നമുക്ക് പഠിച്ചതിട്ട് നിൽക്കത്തുമില്ല, പഠിക്കാത്തതിട്ട് നമുക്ക് പഠിക്കാത്തതിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം ആധ്യാത്മിക സാധന ഞാൻ ഏത് മന്ത്രമാണ്, കാരണം ഇത്രയും നാൾ ഇതുവരെ ഒന്നും തുടങ്ങാതിരുന്നതാണ്. പക്ഷെ ഭഗവത്ഗീത ക്ലാസ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആവേശമൊക്കെ കയറിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് മന്ത്രം ജപിക്കണം, എനിക്കൊരു മന്ത്രം പറഞ്ഞു തരും. മന്ത്രമൊക്കെ ജപിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഭഗവത്ഗീത ശ്ലോകം പഠിക്കും. ഇപ്പൊ മന്ത്രം ജപിച്ചില്ലെങ്കിലും ഭഗവത്ഗീത ശ്ലോകം ഓരോന്നും മന്ത്രം പോലെ തന്നെയാണ്. അതിനകത്തൊന്നും ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര പഠിച്ചു കഴിഞ്ഞാൽ അത് മഹാഭാരതത്തിലെ വ്യാസ മഹർഷിയുടെ തൂലികയിൽ നിന്ന് വന്നതാണ്. വ്യാസ മഹർഷി എന്ന് പറഞ്ഞാൽ മഹർഷിയാണ്, മഹർഷിയുടെ വായിൽ നിന്ന് വന്നതാണ്.
അപ്പൊ അതേമാതിരി തുര്യയിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഇതിനെ ഒന്നും മോശമായിട്ട് കാണണ്ട. നിങ്ങൾ ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം തന്നെ കാണാതെ പഠിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ തോറും നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അപ്പോൾ നമുക്ക് ബുദ്ധിയാവും. ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 2-ാം ഭാഗം 2-ാം അധ്യായം പഠിക്കാൻ യോഗ്യത വരും. പലരും പറയും, എന്തിനേ 1-ാം അധ്യായം പഠിക്കും, നമുക്ക് നേരെ 2-ാം അധ്യായം പഠിച്ചാൽ പോരെ. ഓഹോ, എത്ര കാലമായി? ഒരുപാട് കാലമായിട്ട് 2-ാം അധ്യായം, 3-ാം അധ്യായം, 4-ാം അധ്യായം ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഇതിനകത്ത് പ്രയോജനമെന്നാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തം ശരിയാവുന്നില്ല. അപ്പം പഠിത്തം ശരിയാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലതും കൂട്ടിവെച്ചിട്ടുള്ളതല്ല. പഠിക്കേണ്ടതിനൊരു സിസ്റ്റമുണ്ട്. ആ പഠിക്കേണ്ട ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില കാര്യങ്ങൾ ചില സന്ദർഭത്തിലേ പഠിക്കാവൂ. അതിനു മുമ്പ് നമുക്ക് ഓഫർ ചെയ്താലും നമ്മൾ പഠിക്കാതിരിക്കണം എന്ന്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില കാര്യങ്ങൾ ചില സമയത്തെ പഠിക്കാവൂ. ചിലത് മനസ്സിലാവണമെങ്കിൽ മറ്റു തരത്തിൽ മുമ്പേ മറ്റു തരത്തിലും പഠിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രഹ്മസൂത്രം. അപ്പൊ ബ്രഹ്മസൂത്രം എപ്പോ പഠിക്കാമെന്ന? ബ്രഹ്മസൂത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ശ്രുതി സ്മൃതി പുരാണാനാം എന്നുള്ളതാണ് പ്രയോഗം. ശ്രുതിയെ സ്മൃതിയെ പുരാണം. അപ്പൊ ഇതിനകത്ത് ഈ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ പഠിക്കണം. അത് സ്മൃതി എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കണം. പിന്നെ പുരാണങ്ങൾ എന്ന് പറയുന്നത് അതിനുള്ളില് പിന്നെ പ്രകരണ ഗ്രന്ഥങ്ങളും ഒക്കെ പഠിക്കണം. ഇങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഉപനിഷത്തുകൾ പഠിച്ചിട്ടും ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ടും വേണം നമ്മൾ പോയിട്ട് ബ്രഹ്മസൂത്രം പഠിക്കണം. ഇതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ, അതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആവണമെന്നില്ല. വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത്. വളരെ പ്രയാസകരമാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടാണ്. കേൾക്കുന്ന കാര്യം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടാണ്. ഇപ്പൊ മനസ്സിലാക്കിയാൽ തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രയോജനകരമായ വിധത്തിൽ, വേണ്ട വിധത്തിൽ ചിന്തിച്ച് നമുക്ക് ഇതിനെ സംയോജിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. അത് കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ കനിവോട് കൂടിയിട്ട്, ദയോട് കൂടിയിട്ട് ഭഗവാൻ ഒരു പ്രയോഗം നടത്തുകയാണ്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത്യതതി സിദ്ധയേ. മനുഷ്യരിലെ ആയിരക്കണക്കിന് മനുഷ്യരിലെ കശ്ചിത്യതതി സിദ്ധയേ, ചിലര് മാത്രമേ പ്രയത്നിക്കാൻ തന്നെ പറ്റുന്നുള്ളവർ വളരെ കുറവാണ്. യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. അങ്ങനെ യത്നം ചെയ്യുന്നവരിൽ തന്നെ ചിലർക്ക് മാത്രമേ എന്നെ വേണ്ട വിധത്തിൽ അറിയേണ്ടതുപോലെ അറിയാൻ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാൻ അവരെ കൈവിടുന്നില്ല. എന്നിട്ട് ഭഗവാൻ പറയുന്നു, ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ വിജായത്തെ. അങ്ങനെയുള്ളവർ എന്ത് സംഭവിക്കുന്നു? അടുത്ത ജന്മം അവർക്ക് ശുചീനാം ശ്രീമതാം ഗേഹേ, നല്ല മാതാപിതാക്കളുടെ, ധനവാന്മാരായിട്ടുള്ള, ഐശ്വര്യമുള്ള, തന്നെയാണ് ധനവാൻ എന്ന് പറയുന്നത്, ഐശ്വര്യം, യാതൊരു വിധത്തിലുള്ള ഒരു സമൃദ്ധിയുടെ കുറവും ഇല്ലാത്തതായിട്ടുള്ള സംസ്കാരമുള്ളവരായ മാതാപിതാക്കൾ. അതും പ്രത്യേകിച്ചൊരു വാക്കാണ് സംസ്കാരമുള്ളത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാല്യത്തിൽ തന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്ന മാതാപിതാക്കൾ, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, തിരിഞ്ഞു നോക്കാത്ത മാതാപിതാക്കൾ, അവരവരുടേതായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ്. എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മാനസിക പീഡനം എന്ന് പറയുന്ന പല വിധത്തിൽ വരാം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല ഇതിന്റെ മനസ്സിൽ കൂടെ എന്താണ് ഈ കടന്നു പോകുന്നത്, കൊച്ചിന്റെ മനസ്സിൽ കൂടെ എന്താണ് കടന്നു പോകുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ നോക്കി ചിരിച്ചില്ല എന്ന് പറയുന്നത് ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പൊട്ടിക്കരയുന്നത്. എന്നിട്ട് പറയും എന്നെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചില്ല, ഞാനൊരു വാക്ക് പറഞ്ഞു അത് മൈൻഡ് ചെയ്തില്ല, ഞാനൊരു ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം തന്നില്ല. ഈ മാതിരിയുള്ള മാനസിക സംഘർഷം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന, ജീവിതത്തിൽ മുഴുവൻ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് പറ്റുന്നു എന്നാണ്. പറ്റുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇതേമാതിരി വേണ്ട വിധത്തിൽ ശുചീനാം ശ്രീമതാം ഗേഹ എന്ന് ഭഗവാൻ പറഞ്ഞ ആ തരത്തിലേക്ക് ഉയർന്നിട്ടില്ല. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ ആകുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അത് മര്യാദയ്ക്ക് അത് യോഗ്യത ഉണ്ടായിട്ടേ മാതാപിതാക്കൾ ആവാവുന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനാണ് നമുക്ക് മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ട വിധത്തിലെ പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സ്വയം എങ്ങനെ ഒരുവന് സംസ്കാര സമ്പന്നനായിട്ട് മാറാമെന്ന്. ഒരു വിധത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് നമ്മളെ സംസ്കാര സമ്പന്നനാക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ സമൂഹത്തിൽ നിന്നുണ്ട്. പക്ഷെ അതുകൊണ്ടല്ല, ശാസ്ത്രം കൂടെ പഠിച്ചിട്ട് വേണം നമ്മൾ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ. അപ്പൊ ഇത്രയും കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എവിടെയാണ് നമുക്ക് ഈ വേണ്ട വിധത്തിൽ നമുക്ക് പഠിക്കാനുള്ള യോഗ്യത നേടുന്നത്. അപ്പൊ അങ്ങനത്തെ ആ യോഗ്യതയോടുകൂടി വേണം നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നമ്മൾ വീണ്ടും ശ്ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. അപ്പോൾ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ സൈന്യം പര്യാപ്തമാണ്, പരിമിതമാണ്. ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യമാകട്ടെ അപര്യാപ്തമാണ്, അപരിമിതമാണ്. ഇതൊരർത്ഥം. ഇനി ഇതിന് വേറൊരർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
അസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം അസ്മാകം ബലം, ഭീഷ്മാ രക്ഷിക്കുന്ന നമ്മുടെ ബലം പര്യാപ്തം അപര്യാപ്തം, അത് പര്യാപ്തമല്ല എന്നൊരർത്ഥത്തിലേക്ക് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പര്യാപ്തമല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പര്യാപ്തം ഇപ്പൊ ആരുടേതായിട്ട് മാറി? പര്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളതെന്നുള്ള അർത്ഥമായി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമാഭിരക്ഷിതം ബലം പര്യാപ്തമായി. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ബലം അവർക്ക് അവരുടെ അതിന് ബലം വേണ്ട വിധത്തിൽ ബലം ഉള്ളവരാണെന്ന് പറയും. കാരണം ദുര്യോധനൻ വന്ന് എണ്ണിയപ്പോൾ ആ എണ്ണത്തിൽ നമുക്ക് കാണാം 19 പേരും ഭീമാർജുനൻ സമായുധി എന്ന് പറഞ്ഞിട്ടുള്ള രീതി 19 പേരുടെ പേരെടുത്തു പറഞ്ഞു. ഇവിടെയാവട്ടെ 8 പേരുടെ പേരേ ഉള്ളൂ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തി ജയദ്രഥ എന്നുള്ള രീതിയിൽ 8 പേരുടെ പേരേ പറയാനുള്ളൂ. അത് വെച്ച് നോക്കി കഴിയുമ്പോഴും പറയാം അപര്യാപ്തം പര്യാപ്തം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഇത് എടുക്കാം ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഇവിടെ നമുക്ക് കാണാം ഭീഷ്മാഭിരക്ഷിതം ബലം അസ്മാകം ബലം, ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം. അപ്പൊ ആ ബലം ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം ജയിക്കുവാൻ അവരാൽ സാധ്യമല്ല എന്നുള്ളത് ഒരർത്ഥം. അതേമാതിരി അതിന്റെ മറ്റേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന എന്നുള്ള രീതി. അതേമാതിരി തന്നെ ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം അത് അപരിമിതമാണ് എന്ന് രണ്ടാമത്തെ അർത്ഥം. ഈ രണ്ടർത്ഥങ്ങളും കൂടെ ചേർത്ത് ഇതാണ് ഈ രണ്ടർത്ഥമുള്ള പ്രയോഗം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനുശേഷം പറയുകയാണ് അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ്വയേവ ഹി. അയനേഷു ച സർവേഷു, അയനേഷു സ്ഥാനേഷു എന്നർത്ഥം. അതാത് സ്ഥാനങ്ങളിൽ, സർവേഷു അതാത് സ്ഥാനങ്ങളിൽ, യഥാഭാഗം സ്വസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട്, യഥാഭാഗം അത് ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട്, സ്ഥാനങ്ങളിൽ ഓരോരുത്തരുടെയും പറഞ്ഞിരിക്കുന്ന ഭാഗത്ത്, അതായത് ഓരോ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാളിന്റെ ഏത് ഭാഗത്താണ് രഥങ്ങൾ നിൽക്കേണ്ടത്, രഥത്തിന്റെ ഭാഗത്ത് എവിടെയാണ് നിൽക്കേണ്ടത്, അശ്വങ്ങൾ നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള രഥി നിൽക്കേണ്ടത് എവിടെയാണ്, അർദ്ധരഥി നിൽക്കേണ്ടത് എവിടെയാണ്, മഹാരഥി, ഇങ്ങനെയുള്ള ഭേദങ്ങളുണ്ട്. മഹാരഥി അതിന് ലക്ഷണങ്ങളുണ്ട്, അർദ്ധരഥി, രഥി, ഇങ്ങനെയൊക്കെയുള്ളവർ. അപ്പൊ ഇതിനകത്ത് ഇതിനെല്ലാമാണ് യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മരെ തന്നെയാണ് രക്ഷിക്കേണ്ടത്. ഭവന്തഃ സർവ്വയേവ ഹി, നിങ്ങളെല്ലാവരാലും, ഭവന്തഃ നിങ്ങളെല്ലാവരാലും, സർവേ നിങ്ങളെല്ലാവരാലും, ഏവ നിങ്ങളെല്ലാവരാലും ഭീഷ്മരെ തന്നെയാണ് രക്ഷിക്കേണ്ടത്. ഇതിന് എന്റെ രണ്ടർത്ഥമുണ്ട്. എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഃ ഭീഷ്മമേവ അഭിരക്ഷന്തു, ഭീഷ്മനെ തന്നെയാണ് രക്ഷിക്കേണ്ടത്. എന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങളെല്ലാവരും എല്ലാ ഭാഗത്തു നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കൂ. കാരണം ഭീഷ്മരെ അവരാക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് യുദ്ധത്തില് അവർ ജയിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം ഭീഷ്മരെ രക്ഷിക്കാൻ ശ്രമിക്കൂ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷ്മരെ ആശ്രയിച്ച് ഭീഷ്മരെ രക്ഷിക്കൂ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറി സംഗതികൾ. ഇത് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷ്മരെന്ന് പറയുന്നത് സർവശാസ്ത്ര വിശാരദനും മഹാശക്തനുമാണ്. അത് കാരണം നിങ്ങൾക്ക് ഭയക്കേണ്ടതില്ല. കാരണം ഭീഷ്മര് നയിച്ചുകൊള്ളും ഈ യുദ്ധത്തെ, ഭീഷ്മര് ജയിച്ചുകൊള്ളും സുഖമായിട്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭീഷ്മരുടെയൊക്കെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് ഭീഷ്മര് മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഭീഷ്മരെ സഹായിക്കുന്നതായിട്ട്, ഭീഷ്മർക്ക് ശല്യം മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഇടത്തുനിന്നും വലത്തുനിന്നും പിന്നിൽ നിന്നും ഒക്കെ വരാത്തവണ്ണം നിങ്ങൾ ഭീഷ്മരെ രക്ഷിച്ചാൽ മതി. അപ്പൊ അതിന്റെ രണ്ടാർത്ഥവും കിട്ടി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇപ്രകാരം ഭീഷ്മരെ കുറിച്ച് പറയുന്നത്, ദുര്യോധനൻ ഭീഷ്മരെ കുറിച്ച് ദ്രോണാചാര്യരോട് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭീഷ്മ പിതാമഹന് സന്തോഷമായി. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ സന്തോഷമാവാം, അതല്ല എന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് എന്താണ്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദത്മൗ പ്രതാപവാൻ. ദത്മൗ എന്ന് പറയുന്നത് വിളിച്ചു എന്നർത്ഥം. ശംഖം ദത്മൗ, ശംഖിനെ വിളിച്ചു. അപ്പൊ ഈ ദത്മൗ എന്ന് പറയുന്നത് സിംഗുലറിലുള്ള പ്രയോഗമാണ്. ശംഖം ദത്മൗ, ശംഖ് വിളിച്ചു. ഇതിന്റെ ദ്വിവചനത്തിലുള്ള പ്രയോഗം നമുക്ക് കാണാം 14ാമത്തെ ശ്ലോകത്തില്. ശംഖൗ പ്രദത്മതുഹു, ദത്മതുഹുവിന്റെ കൂട്ടത്തിൽ പ്രാചേർത്തന്നേ ഉള്ളൂ. പ്രദത്മതുഹു, ശംഖൗ, രണ്ട് ശംഖുകളെ പ്രദത്മതുഹു വിളിച്ചു. ഇനി ഇതിന്റെ ബഹുവചനം നമുക്ക് കാണാം. ശംഖാൻ, ശംഖുകളെ. ദത്മുഹു, വിളിച്ചു. അവിടെ നമുക്ക് അത് 18ാമത്തെ ശ്ലോകത്തിൽ. അപ്പൊ 18ാമത്തെ ശ്ലോകത്തിൽ ദത്മുഹു, ശംഖാൻ ദത്മുഹു, ശംഖുകളെ വിളിച്ചു.
14-ാമത്തെ ശ്ലോകത്തിൽ ശംഖൗ പ്രദത്മതുഹു, 2 ശംഖുകളെ വിളിച്ചു. പിന്നെ ഈ ശ്ലോകത്തില് 12-ാമത്തെ ശ്ലോകത്തില് ശംഖം ദത്മൗ, ദത്മൗ ദത്മതുഹു ദത്മുഹു, ഇങ്ങനെയാണ് ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അപ്പൊ ഇത് മൂന്നും നമുക്കിവിടെ കാണാം. ഇപ്പൊ നമുക്ക് കുറച്ച് സംസ്കൃതവും കൂടെ പഠിക്കാം. കാരണം ഇതിനകത്ത് നമ്മളെ രക്ഷിക്കാനുള്ളത് സംസ്കൃതവും വേദാന്തവും ഗീതയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും നമ്മളെ രക്ഷിക്കാനില്ല. ഭഗവാൻ വന്ന് വിളിച്ചാൽ പോവുക എന്ന് മാത്രമേ നിവർത്തിയുള്ളൂ. അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങൾ, ലോക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ആ അറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓർത്ത് നമുക്ക് കുറച്ച് സന്തോഷിച്ചിരിക്കാം എന്നുള്ളതല്ലാണ്ട് ഓർത്താൽ സന്തോഷം, ഓർത്തില്ലെങ്കിൽ സന്തോഷവുമില്ല. ഇങ്ങനെയുള്ള കാര്യത്തേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അനുഭവിക്കുന്നത്? കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കണ്ട് സന്തോഷമായി, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് ഓർത്ത് സന്തോഷിക്കലാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ഇവിടെ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്ത ഒന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ. അതുകൊണ്ട് ഭഗവത് വചനങ്ങളിലാണ് ഭഗവാനെ നമ്മളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഭഗവാൻ ഇങ്ങ് വന്ന് എന്നെ മുന്നിൽ നിന്നുകൂടെ? ഭഗവാൻ പറയുന്നത് അതിനാണ് ഭഗവത് വചനം വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ വാക്കുകളാണ് ഗീത. ഭഗവാന്റെ പറയുന്നത് ആദ്യം ഭഗവാൻ വരുന്ന വഴി ഒരുക്കൂ. ഭഗവാൻ വരുന്ന വഴി എന്ന് പറയുന്നത് ഭഗവത് വചനങ്ങളാണ്. ഉപനിഷത്തുകൾ ഭഗവത് വചനങ്ങളാണ്. ആ അത് വേദം എന്ന് പറയുന്ന ഭഗവത് വചനങ്ങളാണ്. വേദത്തെ നിങ്ങൾ സ്വീകരിക്കൂ. വേദത്തിലൂടെ ഭഗവാൻ നമ്മളിലേക്ക് എത്തുന്നു. ഉപനിഷത്ത് എന്ന് പറയുന്ന വേദത്തിന്റെ തന്നെ ഭാഗമാണ്. ഇനി ഭഗവത്ഗീത നമ്മൾ സ്വീകരിക്കൂ. ഭഗവത് വചനം എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളല്ലയോ? അത് ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളല്ലയോ? ഭഗവത്ഗീത എന്ന് പറയുന്നത് വേദത്തിന്റെ സാരവുമാണ്, ഉപനിഷത്തുക്കളുടെ സാരമാണ്. അതുകൊണ്ട് ഭഗവത്ഗീത നിങ്ങൾ സ്വീകരിക്കൂ. ഭഗവത്ഗീതയിലൂടെ ഞാൻ എത്താം. അപ്പൊ നമ്മളിലേക്ക് ഭഗവാൻ എത്തണമെന്നുണ്ടെങ്കിൽ ഇതാണ് മാർഗം. അതല്ലാതെ ഭഗവാന് ഞാനൊരു 10 രൂപ തന്നേക്കാം, കാണിക്ക കൊണ്ടിട്ടേക്കാം, ഇനി വന്നേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ, എനിക്കറിയത്തില്ല ഭഗവാൻ ചിരിക്കുമോ അതോ ഭഗവാൻ ഇങ്ങനെ കണ്ണുരുട്ടുമോ, എന്താ ചെയ്യുന്നത് നമുക്കറിയത്തില്ല. ഭഗവാന്റെ കാര്യം ഭഗവാന് മാത്രമേ അറിയത്തുള്ളേ. അപ്പൊ ഇത് കേട്ട ഉടനെ ഭീഷ്മര് എന്താ ചെയ്തത്? തസ്യ സംജനയൻ ഹർഷം, അവന് സന്തോഷം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് കുരുവൃദ്ധ, കുരുക്കളിൽ വൃദ്ധനായിട്ടുള്ളവൻ. മുമ്പ് ദ്വിജോത്തമൻ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ഇവിടെയും വീണ്ടും പറഞ്ഞിരിക്കുന്നു കുരുക്കളിൽ വൃദ്ധൻ, ഒരു മഹാവൃദ്ധൻ. മഹാവൃദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വച്ഛന്ത മൃത്യു ആയതുകൊണ്ട് മാത്രം മരിക്കാതിരിക്കുന്ന ഒരു മഹാവൃദ്ധൻ. കുരുവൃദ്ധ ശരിക്കും പറഞ്ഞാൽ പിതാമഹനുമല്ല, പിതാമഹനേക്കാൾ ഉയർന്ന സ്ഥാനത്താണ്. എങ്കിലും ഇവിടെ പിതാമഹ സിംഹനാദം. പക്ഷേ ശക്തിയുടെ കാര്യത്തില് ഭീഷ്മര് സർവ്വ യുവാക്കളെയും അതിക്രമിച്ചു നിൽക്കുന്നു. അത് ആഞ്ജനേയ സ്വാമി പറയുണ്ടായി. യുദ്ധത്തിന്റെ അവസാനം ആഞ്ജനേയ സ്വാമിയോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യുദ്ധം എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, ഞാൻ അവിടെ ഉറങ്ങിയിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് 2 പ്രാവശ്യം ഒന്നൊരു വൃദ്ധൻ, ആ ഒരു വൃദ്ധന്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് കണ്ണു തുറന്നു. പിന്നൊരു ബാലൻ, ആ ബാലന് അഭിമന്യുവിന്റെ ആ യുദ്ധ സന്ദർഭത്തിലും ആഞ്ജനേയ സ്വാമി ഒന്ന് കണ്ണു തുറന്നു. അല്ലാത്ത സമയത്ത് മുഴുവൻ രാമരാമ ജപിച്ചുകൊണ്ട് സമാധിച്ചിരിക്കുകയായിരുന്നു ആ യുദ്ധ കൊടി. എന്നിട്ട് ആഞ്ജനേയ സ്വാമി വന്നതിന്റെ ഒരു കഥയുണ്ട്. അത് പിന്നെ അടുത്ത ദിവസം പറയാം. കപിധ്വജഹ എന്നുള്ള പ്രയോഗം വരുമ്പോൾ പറയാം. അപ്പൊ ആഞ്ജനേയ സ്വാമി പറയുണ്ടായി, ഭീഷ്മരുടെ യുദ്ധം, അതായത് ഭഗവാനെ ആയുധം എടുപ്പിക്കുമെന്ന് ഭീഷ്മര് പ്രതിജ്ഞ ചെയ്ത ശേഷം ഭീഷ്മർ ഒരു മഹായുദ്ധം അവിടെ അർജുനന് പോലും നിവൃത്തിയില്ലാത്ത വണ്ണം ഒരു മഹായുദ്ധം ഭീഷ്മർ അവിടെ അങ്ങോട്ട് പ്രകടമാക്കി. ആ യുദ്ധത്തെ കണ്ടതോടുകൂടി ഭീഷ്മരുടെ, നമ്മൾ പറയത്തില്ലേ ഈ കലാശക്കൊട്ടെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഈ ചില പ്ലേയേഴ്സ് ഒക്കെ രംഗം വിടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ലാസ്റ്റ് പ്ലേ എന്ന് പറയുന്ന മാതിരി ഒരു മഹായുദ്ധത്തിലെ അവസാന അർജുനൻ തളർന്നുപോയി. വീരയോദ്ധാവായിട്ടുള്ള അർജുനൻ തളർന്നുപോയി. പാണ്ഡവ സൈന്യം ഒന്നാകെ തകർന്നു പോകുന്ന ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ചാട്ടവാർ ഉപേക്ഷിച്ചിട്ട് രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി വീണ് കിടക്കുന്ന ഒരു രഥത്തിന്റെ ചക്രം എടുത്തൂരിക്കൊണ്ട് ഈ ഭീഷ്മരുടെ അടുത്തേക്ക് കുതിച്ചു ചെന്നു എന്നാണ്. അപ്പം ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ കുതിച്ചു ചെന്നു കഴിഞ്ഞപ്പോൾ ഭീഷ്മര് ശരം പിൻവലിച്ച് താഴെ വെച്ചു. എന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭഗവാനെ, എന്റെ പ്രതിജ്ഞ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങിത ആയുധം എടുത്തിരിക്കും. അപ്പൊ ഇത് നമുക്ക് കാണാം. അപ്പൊ ഭീഷ്മരെ നമുക്ക് മോശമായിട്ട് എടുക്കരുത്. സിംഹനാദം വിനദ്യോച്ചി. അപ്പൊ യുദ്ധത്തിന്റെ തുടക്കത്തിന് മുമ്പ് ആദ്യം നാൾ ഉറക്കത്തിൽ ഗർജിക്കും. അപ്പൊ അതാണ് നമ്മൾ ഗർജനം നോക്കി കഴിയുമ്പോൾ ബലം അറിയാൻ പറ്റും. സിംഹനാദം വിനദ്യോച്ചി ശംഖം ദത്മൗ പ്രതാപവാൻ. അപ്പം പ്രതാപവാൻ എന്ന് പറഞ്ഞാൽ ഉഗ്രശക്തനായിട്ടുള്ള ധർമ്മത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള
ശക്തരിൽ ശക്തനായിട്ടുള്ള, പിതാവിന് വേണ്ടിയിട്ടല്ലോ രാജ്യത്തെ തന്നെ ഉപേക്ഷിച്ചവനായിട്ടുള്ള, ആ വാക്കിനെ ഇപ്പോഴും പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ചെറുമക്കളാണെന്ന് പോലും നോക്കാതെ ആ പിതാവിന് കൊടുത്ത വാക്ക് പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് ഈ വാർദ്ധക്യത്തിന്റെ ഈ സമയത്തും യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്ന ആയ ഭീഷ്മ പിതാമഹനെ കുറിച്ച് പ്രതാപവാൻ എന്നല്ലാതെ മഹാനെന്നല്ലാതെ എന്തിനെ പറയാനാണ്? അപ്പൊ ഇത് അപ്രകാരമുള്ള ഭീഷ്മ പിതാമഹൻ ദുര്യോധന സന്തോഷം ജനിപ്പിക്കുന്ന വിധത്തില് ഉറക്കെ ശംഖ് വിളിച്ചു. ബാക്കി നമുക്ക് അടുത്ത ദിവസം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.